ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി വരുവാൻ ദൈവം നമുക്ക് നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. നമുക്കത് ലഭിച്ചിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. ദൂതന്മാർക്ക് ഈ അവകാശമില്ല. മനുഷ്യരായ നമുക്ക് ദൈവം ആ അവകാശം തന്നതുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കാം. വെളിപ്പാട് പുസ്തകത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അതിൽ എനിക്ക് ഒന്ന് 2-3 വാക്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കാനിടയായി തീർന്നുള്ളൂ. എൻ്റെ ബാക്കി വാക്യങ്ങളിലേക്ക് നമുക്ക് കയറാം. വെളിപ്പാടിലെ 7 ഞാൻ പറഞ്ഞെന്ന് കരുതുന്നു. വെളിപ്പാടില് 7 കൂട്ടം ഭാഗ്യവാന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത ഒരു വാക്യത്തിലേക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ വെളിപ്പാട് നമുക്കെടുക്കാം. ഒടുവിലത്തെ പുസ്തകം. യോഹന്നാനാണ് അതിന്റെ ഗ്രന്ഥകർത്താവ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. അതില് പുത്രൻ എന്നുള്ള നിലയ്ക്ക് യേശുവിന് 4 പേരുകളുള്ളത് ഞാൻ പറഞ്ഞു. പുത്രൻ എന്നുള്ള നിലയ്ക്ക് യേശുവിന് 4 പേരുകളാണ്. യോഹന്നാന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ ആരംഭം കുറിക്കുന്നത് എങ്ങനെയാണ്? അബ്രഹാമിൻ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞാണ് സുവിശേഷം ആരംഭിക്കുന്നത്. അപ്പോൾ 4 പുത്രൻ എന്നുള്ളക്ക് 4 പേരുകളുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. ഈ 4 പദവികളാണ്, ടൈറ്റിൽസ് ആണ്, 4 പേരുകൾ. അപ്പൊ അതുകൊണ്ട് 4 വിധത്തിലുള്ള അവകാശങ്ങൾ പുത്രൻ എന്നുള്ള നിലയ്ക്ക് ആ 4 വിധത്തിലുള്ള അവകാശങ്ങൾ യേശു ക്രിസ്തുവിന് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അതില് നമ്മൾ 4-5 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് 6-ാമത്തെ വാക്യത്തിലേക്ക് വരാം. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവൻ എന്നേക്കും മഹത്വവും ബലവും ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്? 1, നമ്മെ സ്നേഹിച്ചു. 3 കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. 1, നമ്മെ സ്നേഹിച്ചു. 2, നമ്മുടെ പാപം പോക്കി. 3, തന്റെ രക്തത്താൽ വിടുവിച്ചു. കർത്താവ് നമ്മുടെ പാപം പോക്കി, നമ്മെ സ്നേഹിച്ചു. സ്നേഹം, ദൈവസ്നേഹം എന്ന് പറയും. ദൈവം നമ്മളെ സ്നേഹിച്ചത് വലിയ സ്നേഹമാണ്. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചതല്ല, കർത്താവ് ദൈവം ഇങ്ങോട്ട് നമ്മളെ സ്നേഹിച്ചതാണ്. ദൈവ സ്നേഹം എന്ന് പറയുന്നത് വലിയ ആഴമേറിയതാണ്. അതിന്റെ എഫെസ്യ ലേഖനത്തെ നമ്മൾ വായിക്കുന്ന പോലെ അതിന്റെ നീളം, ആഴം, ഉയരം, വീതി ഇതൊന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. എന്താണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്? അതിന്റെ ആഴം എന്ന് പറയുന്നത് എന്താണ്? ആഴം എന്ന് പറയുന്നത് നിത്യനരകത്തിന് യോഗ്യരായിരുന്ന നമ്മളെ അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ച് നമ്മളെ കയറ്റി സ്വർഗീയ അനുഭവത്തിൽ, സ്വർഗത്തിൽ നമ്മളെ ഇരുത്തുകയാണ്. അപ്പോൾ നിത്യനാശത്തിൽ നിന്ന് സ്വർഗത്തിന്റെ ഉയരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതിന്റെ നീളം, വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ജാതികൾക്ക്, സകല മനുഷ്യർക്കും വേണ്ടിയിട്ട് വെളിപ്പെട്ടതാണ് ദൈവത്തിന്റെ സ്നേഹം. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. നമ്മൾ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മളെ സ്നേഹിച്ചു. പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? ആ സ്നേഹം വെളിപ്പെട്ടത് കാൽവറി ക്രൂസിലാണ്. എങ്ങനെയാണ് അത് വെളിപ്പെട്ടത്? തന്റെ ഒരേ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സ്നേഹിച്ചു. ഗ്രീക്ക് ഭാഷയില് സ്നേഹത്തിന് 4 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തില് നമുക്ക് ചില പദങ്ങൾ കാണാനായിട്ട് കഴിയും. ഇഷ്ടം, പ്രിയം, സ്നേഹം എന്നൊക്കെ പറഞ്ഞ പല പദങ്ങളുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ ഒറ്റ പദമേ ഉള്ളൂ.
ഇംഗ്ലീഷില് ലവ് എന്നുള്ളൊരു വാക്കാണ്. ആ ലവ് എന്നുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരം സ്നേഹത്തിനും ആ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. എല്ലാ നമ്മള് നമ്മുടെ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ സ്നേഹം എങ്ങനെയാണോ, കുടുംബത്തോടുള്ള നിലയിൽ മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും സ്നേഹം എന്നുള്ള പദം, ലവ് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ 4 പദങ്ങൾ സ്നേഹത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ പദം സ്റ്റോർജെ എന്ന പദമാണ്. സ്റ്റോർജെ എന്ന പദത്തിന് വാത്സല്യം എന്നാണ് അർത്ഥം. വാത്സല്യം. രണ്ടാമത്തെ പദം ഇറോസ് എന്ന പദമാണ്. ഇറോസ് എന്ന പദത്തിന് അതിന്റെ അർത്ഥം ഇണയോടുള്ള സ്നേഹം. ഇണയോടുള്ള സ്നേഹം. ഇണയോടുള്ള സ്നേഹത്തിന് പറയുന്ന പദമാണ് ഇറോസ് എന്ന് പറയുന്നത്. മറ്റൊരു പദം സാധാരണ നമ്മള് ഫിലേമോൻ, ഫിലഡൽഫിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനോട് ചേർക്കുന്ന ഒരു പദമാണ് ഫിലിയോ എന്നുള്ള പദം. ഫിലിയോ എന്നുള്ള പദത്തിന് ഫോണ്ട് ഓഫ് എന്ന അർത്ഥമാണ്. അല്ലെങ്കിൽ പ്രിയം എന്നോ, അല്ലെങ്കിൽ അതിന് വേറൊരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഫിലഡൽഫിയ എന്ന് പറഞ്ഞാൽ ആ പദത്തിന് സഹോദര സ്നേഹം എന്നാണ് അർത്ഥം. ഫിലഡൽഫിയ സഭയ്ക്ക് നമ്മൾ ആ സഭയുടെ ദൂത് നമ്മൾ ഇനിയും പഠിക്കും. അപ്പൊ സഹോദര സ്നേഹം എന്നൊരർത്ഥമുണ്ട് ഫിലഡൽഫിയ. ഫിലിയോ എന്ന പദത്തിന് ഫോണ്ട് ഓഫ്, ഇംഗ്ലീഷിൽ അതിന് ഫോണ്ട് ഓഫ് എന്ന്, നമുക്ക് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയം എന്ന് പറയാനായിട്ട് സാധിക്കും. അത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലോട്ട് വരുന്ന ഒരു പ്രത്യേക ചിന്തയുണ്ട്. ഞാൻ ഇന്ന് സഭായത്തിന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്. പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരുമ്പോഴത്തേക്ക്, എല്ലാ കാര്യങ്ങളും ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും കർത്താവിന് വേണ്ടി ഞാൻ ജീവൻ വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടേലും ചെയ്തു. ഇപ്പൊ നമ്മുടെ സാക്ഷി അങ്ങനെയാണ്. ഈ ഇറങ്ങിയ കാലത്ത്, ആദ്യകാലത്ത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് വന്ന കാലത്ത് ഒന്ന് ചിന്തിച്ച് നോക്കി, അന്ന് എന്തൊരു വീര്യമായിരുന്നു. ഇപ്പം ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇപ്പൊ തിരിഞ്ഞു നോക്കിയാൽ ആ വീര്യമൊക്കെ അവിടെ പോയി നമുക്ക് തോന്നും. അതിന് വേദവസ ഭാഷ പറഞ്ഞാൽ, എഫേസോസ് സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ കർത്താവ് പറഞ്ഞത് ആദ്യ സ്നേഹം തള്ളിക്കളഞ്ഞെന്നാണ്. ആദ്യ സ്നേഹം ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ 4-5 കൂട്ടം കാര്യങ്ങൾ അത് പറയാറുണ്ട്. ഇടയനും ആടും തമ്മിലുള്ള ബന്ധം, മൂലക്കല്ലും കല്ലുകളും തമ്മിലുള്ള ബന്ധം. അതുപോലെ ഒരു ബന്ധമാണ് പഴയ നിയമത്തിലാണെന്നുണ്ടെങ്കിൽ യഹോവ ഭർത്താവും ഇസ്രയേൽ ഭാര്യയുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് യേശുവും സഭയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു കന്യകയാണ്. അപ്പോൾ വിവാഹം നിശ്ചയം ചെയ്ത് ഇനി വിവാഹം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഏറ്റവും ദൃഢമായ ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. ബാക്കിയെല്ലാം ഒന്നിനും അത്രയും ആഴമേറിയ ബന്ധമില്ല. അപ്പനും മക്കളും എന്നുള്ള ബന്ധം, അമ്മയും മക്കളും എന്നുള്ള ബന്ധമോ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതിനൊന്നും അതിനുള്ള അത്രയും ആഴമേറിയ ബന്ധമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പം ഭാര്യയോട് പറ്റിച്ചേരുക എന്നുള്ളതാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. കല്യാണം കഴിച്ചവരോടെല്ലാം ചോദിച്ചു നോക്കിയാൽ മതി. ആദ്യകാലത്ത് വർത്താനം പറഞ്ഞാലും തീരുകയില്ല. രാത്രി പറഞ്ഞാലും പിന്നെ പകൽ പറഞ്ഞാലും തീരുകയില്ല. പിന്നെ നടന്നു പറഞ്ഞാലും തീരത്തില്ല. ഒരു മഴയില്ലെങ്കിൽ ഒരു കുട പിടിച്ചുകൊണ്ട് ഒറ്റ കുട പിടി പോവുക. കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ പോകുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ ഒരാൾ മുന്നിൽ കൂടെ കയറും, ഒരാൾ പിന്നിൽ കൂടെ കയറും. എവിടെ കയറിയോ ഇല്ലെന്നുള്ളൊരു വിവരവും ഇല്ല. പ്രൈസലോ. പിന്നെ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ആകപ്പാടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കൂടുകയാണ്. കല്യാണം കഴിക്കാൻ നേരത്ത് കല്യാണം നടത്തിയ ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു ചിന്തയാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കുറെ നാള് ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും. പിന്നത്തെ കുറെ നാള് ഭർത്താവ് പറയുന്നത് ആദ്യത്തെ കുറെ നാൾ ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കും. പിന്നെ കുറെ നാള് ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും. പിന്നെ കുറെ നാൾ കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ പറയുന്നത് നാട്ടുകാർ കേൾക്കും എന്ന് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ ഒന്നിനും കഴിയാത്ത നിലയിൽ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ വലിയ അനുഭവമാണ്. ഈ പത്രോസ് ഒരിക്കൽ പടവും വലയും വിട്ട് അനുഗമിച്ചതാണ്. എന്നാൽ 21-ാം അധ്യായത്തിലേക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നെന്ന് പത്രോസ് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ കൂടെ കുറെ പേരും കൂടെ കൂടുകയാണ്. ഞാൻ അത്രയും പറഞ്ഞതേ ഉള്ളൂ. ആ കൂട്ടത്തിൽ കുറച്ചു പേരും കൂടെ പോയി.
നഥനയിൽ പോയി, സബദി മക്കൾ രണ്ടുപേര് പോയി. അപ്പൊ രണ്ടും രണ്ടും നാലും ഒന്ന് 5 പേര് ഒറ്റ അടിക്ക് പിന്മാറ്റത്തിലേക്ക്, ഒറ്റ ആളിന്റെ സാക്ഷ്യം 5 പേരും ഒരു പിന്മാറ്റത്തിലേക്ക് പോവുകയാണ്. കടകിന്റെ വലത്ത് ഭാഗത്ത് കർത്താവ് പറഞ്ഞ അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കർത്താവ് അവർക്ക് വേണ്ടി അപ്പവും മീനും ഒക്കെ കൊടുക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഞാൻ പറയുന്നില്ല. ഒടുവിൽ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിഷ്യന്മാരോട്, അവർ ഇരിക്കുന്ന കൂട്ടത്തിൽ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു? ഇവരിലധികമായി. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ഇച്ചിരി തെറ്റാണ്. അതില് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ആർ യു ലവിങ് മീ മോർ ദാൻ ദീസ്? ഇതിലധികമായി, ഈ കാര്യങ്ങളിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അതിന് കർത്താവ് പറഞ്ഞ പദം അഗപ്പയാണ്. അഗപ്പേ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലയല്ല, ഫിലിയോ എന്ന് പറയുന്ന വാക്കല്ല. അഗപ്പേ ലവ് എന്ന് പറയുന്നത് സാക്രിഫിഷ്യൽ ലൈഫാണ്. ഒരാളിന് വേണ്ടി സ്നേഹിക്കുന്ന, ഒരാളിന് വേണ്ടി ജീവൻ കളയുന്ന സ്നേഹമാണ്. അത്ര ദൃഢമായ സ്നേഹമാണ് അഗപ്പേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ദൈവം സ്നേഹിച്ചത് അഗപ്പയാണ്. കർത്താവ് അവനോട് ചോദിച്ചത്, നീ സ്നേഹിക്കുമെന്ന് ചോദിച്ചതിന് മൂലഭാഷയില് ആ സ്നേഹത്തിന് അവിടെ കർത്താവ് ഉപയോഗിച്ച പദം അഗപ്പേ ലവ്. എന്നാൽ അവൻ മറുപടി പറഞ്ഞത്, എനിക്ക് നിന്നോട് ഫിലിയ ഉണ്ടെന്നാ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പലതിനെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ നിന്നോടും സ്നേഹമുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് രാത്രി ബൈബിൾ ക്ലാസ്സിന് ഇരിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് എത്ര ദൃഢമായിട്ടാണ്, എത്ര ആഴമായിട്ടാണ്? ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് എത്ര അധികമായിട്ടുണ്ട്? ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എന്നോട് അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ, ഞാൻ പെന്തക്കോസ്താരനൊന്നും അറിയാവുന്നത് കൊണ്ട് എന്നോട് ഒരിക്കൽ ചോദിച്ചു, ഒരാള് നിങ്ങളോട് നിങ്ങളെ പിടിച്ചോണ്ട് പോയി കഴുത്തിന് കത്തി വെച്ചേച്ച് യേശുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്ന് എന്നോട് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ജീവൻ കളയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ അതിന് മറുപടി പറഞ്ഞത്, അന്നേരം ദൈവകൃപ തന്നെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്ക് പത്രോസ് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എല്ലാവരെയും കാട്ടി സ്നേഹിക്കുന്നു, ഞാൻ ജീവൻ കളയുന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ ജീവൻ കളയുമെന്ന് പറഞ്ഞ പലരും വഴിമധ്യേ പട്ട് കിടക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഒരിക്കലും നമ്മള് രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് നമ്മള് പാട്ട് പാടിക്കൊണ്ട് സാക്ഷ്യം പറയാൻ പലർക്കും കഴിയത്തില്ല. അപ്പൊ അന്ന് പാടിയ പാട്ട് എവിടെ പോയി ഞാൻ ധരയിൽ ജീവൻ വെക്കണമെന്നുള്ള പാട്ടായിരുന്നു. കാലം കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പാട്ടിന്റെ വരികൾ മാറി. പിന്നെ പാടുന്ന പാട്ട് ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടു എന്നുള്ള പാട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കോണം, ജീവൻ വെക്കാൻ തയ്യാറായിട്ട് ഇരുന്നത് ഇപ്പൊ പാടുന്നത് ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടൊന്നുമല്ല. പിന്നെ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പാടുന്ന പാട്ട് ജീവിതം ഇന്നും ശരിയായിട്ടില്ല അയ്യോ എന്ന്. ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴും പാടുന്ന പാട്ട് ഇപ്പോഴും ജീവിതം ശരിയായിട്ടില്ലെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കർത്താവിനെ ആഴമേറിയ നിലയിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ കഴിയുന്നത് ആർക്കെന്ന് ചോദിക്കുന്ന ആ ചോദ്യം, നമ്മുടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം വന്നാലും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് ഇന്ന് രാത്രി എന്ന് പറയാൻ കഴിയുമോ? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നെന്ന് പറയത്തക്കതുപോലെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു നമ്മെ സ്നേഹിച്ചു. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, വീണ്ടും ആവർത്തിച്ചു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന്. മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് എഴുതി. മൂന്നാമതും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. 3 പ്രാവശ്യം അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച കർത്താവിനെ എത്രമാത്രം നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവരവരെ തന്നെ മാർക്കിടണം. ഒന്ന് മാർക്കിട്ടിട്ട് എഴുന്നേക്കാവും. ദൈവത്തെക്കാൾ കൂടുതലായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും ഒരു വസ്തുവും ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇന്ന് രാത്രി എത്ര പേർക്ക് അതിന് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും? നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപം പോക്കി നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ മക്കളാക്കി മാറ്റിയ ദൈവകൃപ എത്ര ആഴമേറിയതാണ്.
യേശു പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചു. ശത്രുക്കളായിരുന്ന നമ്മളെ മിത്രങ്ങളാക്കിയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് മനസ്സിലാവും. ശത്രുവായിരുന്ന ഒരുവനെ പുത്രനാക്കി എന്ന് പറയുന്നത് അതിന്റെ സ്നേഹം എനിക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ല, എനിക്കത് പറയാൻ കഴിയത്തില്ല. ശത്രുവിനെ മിത്രമാക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരാം, എന്നാൽ ശത്രുവിനെ പുത്രനാക്കി മാറ്റിയ ദൈവസ്നേഹത്തിന്റെ ആഴം ഇന്ന് രാത്രി ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ, കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ അതിന് വിപരീതമായി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ ദൈവസന്നിധിയിൽ സമന്ന ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു. 6-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. തന്റെ രക്തത്താൽ നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി. തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് നമ്മളെ ആരാക്കി മാറ്റി. മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ അവിടെ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. ഞാൻ ഒരിക്കൽ കൊല്ലത്ത് വന്നപ്പോൾ ഞാൻ ഇത് പറഞ്ഞതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ കരുതുന്നു. വീണ്ടും അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നമ്മെ രാജ്യമല്ല, നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. നമ്മളെ സ്നേഹിച്ച് നമ്മളെ വീണ്ടെടുത്ത് തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് ദൈവത്തിന് നമ്മളെ പുരോഹിതന്മാരും രാജാക്കന്മാരും ആക്കി തീർത്തു. ഇന്ന് രാത്രി ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുന്നവരെല്ലാം ഓർത്തിരിക്കട്ടെ, നമ്മൾ ആരാണ്? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന 2 പദവികളാണ്. നമ്മൾ രാജാക്കന്മാരാണ്, പുരോഹിതന്മാരും. പഴയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ രാജാവിന് പുരോഹിതനാകാൻ പറ്റത്തില്ല, പുരോഹിതന് രാജാവാകാൻ പറ്റത്തില്ല. ഈ 2 ശുശ്രൂഷയും 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പുരോഹിതന് ആർക്കാണ് പുരോഹിതനാകാൻ കഴിയുന്നത്? പുരോഹിതനാകാൻ കഴിയുന്നത് ലേവ്യ ഗോത്രത്തിൽ ജനിച്ച ആളാണ്. പുരോഹിതനാകാൻ കഴിയുന്നത് ഒരു പ്രത്യേക പ്രായ പരിധിക്കകത്തുള്ള ആളിനാണ്. പുരോഹിതനാകാൻ കഴിയുന്നത് ഊനമില്ലാത്ത ശരീരമുള്ള ഒരാളിനാണ്. പുരോഹിതനാകാൻ കഴിയുന്നത് പുരുഷന്മാർക്ക് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയാം, പുരോഹിതനാകാൻ കഴിയുന്നത് ലേവ്യ ഗോത്രത്തിലുള്ളവർക്ക് മാത്രം. പുരോഹിതനാകാൻ കഴിയുന്നത് ഒരു പ്രത്യേക പ്രായപരിധിക്കുള്ളവർക്ക് മാത്രം. പുരോഹിതനാകാൻ കഴിയുന്നത് ഊനമില്ലാത്ത ശരീരമുള്ള ഒരാൾ. 12 കൂട്ടം ആളുകൾക്ക്, 12 കൂട്ടം കുഴപ്പങ്ങളുള്ളവർക്ക്, രോഗങ്ങളുള്ളവർക്ക് പുരോഹിതനാകാൻ പറ്റത്തില്ല. അത് ആത്മീയമായിട്ട് ചിന്തിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ചുണങ്ങുള്ളവൻ, ഷണ്ണൻ തുടങ്ങിയ ലേവ്യ പുസ്തകത്തിൽ അതിന്റെ 12 കൂട്ടം ആളുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. ഈ 12 കൂട്ടം കാര്യങ്ങളും 12 വിധ ആത്മീയ രോഗങ്ങളാണ്. പുതിയ നിയമത്തിലും അത് ബാധകമാണ്. പുതിയ നിയമത്തിലും ആ പുരോഹിതന്മാരാക്കി നമ്മളെ കർത്താവ് മാറ്റുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളും ആ നിലയിൽ വിശുദ്ധന്മാരായിരിക്കണം. 12 കൂട്ടം ആത്മീയ രോഗങ്ങൾ ഉള്ളവർക്ക് പുരോഹിതനാകാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ വിഷയം ഇപ്പൊ അതല്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. അങ്ങനെയുള്ള ഊനമില്ലാത്തൊരു ശരീരമുള്ള ഒരാളിന് മാത്രമേ പുരോഹിതനാകാൻ പറ്റത്തുള്ളൂ. എന്നാൽ സ്ത്രീകൾക്ക് പുരോഹിതന്മാരാകാൻ പഴയ നിയമത്തിൽ കഴിയത്തില്ല. എന്നാൽ നമ്മള് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് പ്രായഭേദമന്യേ, ആരോഗ്യമുണ്ടോ ഇല്ല എന്നുള്ള ലിംഗവ്യത്യാസം കൂടാതെ ഏതൊരാളും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും പുരോഹിതന്മാരാണ്. ഒരു സ്തോത്രം പറയാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. പുരോഹിതന്റെ ജോലി എന്താണ്? പഴയ നിയമത്തിൽ 3 വിധ ശുശ്രൂഷകളാണുള്ളത്. ഒന്നാമത്തേത് പൗരോഹിത്യമാണ്, രണ്ടാമത്തേത് പ്രവാചകനാണ്, മൂന്നാമത്തേത് രാജാവാണ്. 3 ശുശ്രൂഷകളാണ്. പുരോഹിതൻ എന്താ ചെയ്യുന്നത്? പുരോഹിതൻ ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുകയാണ്. മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നതാണ് പുരോഹിതന്റെ ജോലി. പ്രവാചകനാകട്ടെ, പ്രവാചകൻ ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കുന്നത്. രാജാവ് എന്താ ചെയ്യുന്നത്? രാജാവ് ദൈവത്തിന് വേണ്ടി നീതി നിവർത്തിക്കുക, ഭരണം നിവർത്തിക്കുകയാണ്, നീതി നിവർത്തിക്കുകയാണ്, ന്യായപാലനം ചെയ്യുകയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യത്യസ്തമായിട്ടാണ്. ആർക്ക് വേണേലും പഴയ നിയമത്തിൽ പുരോഹിതനാകാം. എന്നാൽ രാജാവിന് പുരോഹിതനാകാനൊക്കത്തില്ല, പുരോഹിതന് രാജാവാക്കാനൊക്കത്തില്ല. രാജത്വം യഹൂദ ഗോത്രത്തിന് മാത്രമായി ദൈവം നൽകി. പൗരോഹിത്യം ലേവ്യ ഗോത്രത്തിന് മാത്രമായിട്ട് ദൈവം നൽകി. എന്നാൽ കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ലേവ്യ പൗരോഹിത്യത്തിന് നീക്കം വന്നു.
ലേവ്യ പുരോഹിതന്മാർ ചെയ്യരുതാത്ത പല കാര്യങ്ങളുണ്ട്. അതിൽ അന്നത്തെ മഹാപുരോഹിതൻ വസ്ത്രം കീറരുതെന്നാണ്, തല പിച്ചിപ്പറിക്കരുതെന്ന്. അതാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ വിസ്തരിച്ച സമയത്ത് ആ മഹാപുരോഹിതൻ തന്റെ വസ്ത്രം വലിച്ചു കീറി. പൗരോഹിത്യ വസ്ത്രം വലിച്ചു കീറാൻ പാടില്ല. അവൻ അഭിഷേകമുള്ള തലയിൽ അവൻ തല പിച്ചിപ്പറിക്കാനായിട്ട് പാടില്ലായിരുന്നു. ഇപ്പോൾ ഈ പൗരോഹിത്യം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ മാറി. നമുക്കറിയാം, കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ആലയത്തിലെ തിരശ്ശീല അടിയിൽ നിന്ന് മുകളിലോട്ട് അല്ല, മുകളിൽ നിന്ന് അടിയിലോട്ട് രണ്ടായി ചീന്തികളഞ്ഞു. അപ്പൊ ആ പൗരോഹിത്യത്തിന്, ലേവ്യ പൗരോഹിത്യത്തിന് നീക്കം വന്നപ്പോൾ ഇപ്പൊ നമുക്കുള്ളത് ക്രിസ്തീയ പൗരോഹിത്യമാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മഹാപുരോഹിതൻ. പഴയ നിയമത്തിൽ അഹരോൻ മഹാപുരോഹിതനായി നിൽക്കുകയാണ്. അഹരോന്റെ മക്കൾക്കാണ് പൗരോഹിത്യം. അത് പുത്രന്മാർക്ക്, മക്കൾക്ക് വേണ്ടി ലഭിക്കുകയാണ്. അതുപോലെ യേശു ക്രിസ്തു മഹാപുരോഹിതനായി നിൽക്കുന്ന പുതിയ നിയമ ക്രിസ്തീയ പൗരോഹിത്യം എന്ന് പറയുന്നത് കർത്താവിന്, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അനേക വാക്യങ്ങൾ, നമ്മൾ പുരോഹിതന്മാരാണെന്നുള്ളത് തെളിയിക്കാൻ അനേക വാക്യങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ വാക്യങ്ങളും നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. നിങ്ങൾക്ക് പല വാക്യങ്ങളും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ ആ വാക്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ ലേഖനം ഒന്നാം ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം മാത്രം പറഞ്ഞു ഞാൻ പാകപ്പെടാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം, കിങ്ലി പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പൗരോഹിത്യത്തെ കുറിച്ച് ഒത്തിരി പറഞ്ഞു പോകുന്നില്ല. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് അവർ പുരോഹിതന്മാരായിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഗോത്രങ്ങളും പുരോഹിതന്മാരായിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഇവര് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അന്യാരാധനയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം തന്നോട് ചേർന്ന് നിന്ന, ദൈവത്തോട് ചേർന്ന് നിന്ന ലേവ്യ ഗോത്രത്തിന് പൗരോഹിത്യം കൊടുത്തു. ആ പൗരോഹിത്യം ക്രൂശീകരണത്തോടെ അവസാനിച്ചു. ഇപ്പോഴുള്ളത് ക്രിസ്തീയ പൗരോഹിത്യം. നമുക്ക് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് എന്നോട് ചോദിക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ 6-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത 3 കൂട്ടം കാര്യങ്ങൾ. എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്, ഒന്ന്, നമ്മളെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. 4 പദങ്ങൾ ഞാൻ പറഞ്ഞു. അഗപ്പെ, ഫിലിയോ, ഈറോസ്, സ്റ്റോർജെ. ഈ പദങ്ങൾ ആണ് സ്നേഹത്തിന് ഗ്രീക്ക് ഭാഷയിലുള്ളത്. അതിന്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. തന്റെ രക്തത്താൽ നമ്മെ വിടിവിച്ചു. അവിടെ അല്പം ഇന്നത്തെ ക്ലാസ് എനിക്ക് അവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന 9 കൂട്ടം അനുഗ്രഹങ്ങൾ. ഇനി അത് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുത്തോളൂ. ഞാനത് ഓരോന്നായിട്ട് എല്ലാം വിശദീകരിച്ചു പോകാനായിട്ട് കഴിയത്തില്ലെങ്കിലും ചിലത് ഞാനൊന്ന് പറഞ്ഞാൽ പോകാം. എല്ലാം പറയാം, എന്നാൽ എല്ലാം വിശദീകരിക്കാതെ വിടുകയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന 9 കൂട്ടം അനുഗ്രഹങ്ങൾ. യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചെയ്ത 9 കൂട്ടം കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത്, ഇനി ആരെങ്കിലും വാക്യം പറ്റുമെന്നുണ്ടെങ്കിൽ വായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ ഒന്ന് വായിച്ച് സഹായിക്കുന്നത് നല്ലതാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് പൗലോസ് കൊടുക്കുന്ന ഒരു കൽപ്പനയാണ്. അതിന്റെ പശ്ചാത്തലം അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒറ്റ കാര്യം മാത്രം. യേശു ക്രിസ്തുവിന്റെ സ്വന്തം രക്തത്താലാണ് സമ്പാദിച്ചതാണ് സഭ. അപ്പൊ രക്തമുഖാന്തരം 9 കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ ആദ്യത്തേത്, യേശു ക്രിസ്തു തന്റെ രക്തം കൊടുത്ത് നമ്മളെ സമ്പാദിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ വിലയ്ക്ക് മേടിച്ചിരിക്കുക.
യേശുക്രിസ്തുവിന്റെ രക്തം. പ്രൈസ് ദി ലോർഡ്. ആ രക്തത്തിന്റെ പ്രത്യേകത എന്താണ്? രക്തത്തിന്റെ പ്രത്യേകത നമ്മള് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നിൽ തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ എന്താണ്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, പ്രഷ്യസ് ബ്ലഡ്. വിലയേറിയ രക്തം എന്ന് പറഞ്ഞാൽ അതിന് വില കണക്കാക്കാൻ പറ്റത്തില്ല. വിലയേറിയ രക്തം. നമ്മളെ കർത്താവ് വിലയ്ക്ക് മേടിച്ചിരിക്കുകയാണ്. അതിന് കർത്താവ് മുടക്കിയ വില എന്താണ്? സ്വർഗം മുടക്കിയ വില യേശുക്രിസ്തുവിന്റെ രക്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം. എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് രക്തം ചൊരിയാനിടയായി തീർന്നത്? അതിന് നമ്മള് പഴയ നിയമത്തിലേട്ടൊന്ന് നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിക്കണം. പഴയ നിയമത്തിലെ ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് അത് ഇച്ചിരി മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ചില ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് വരും. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കുന്നത്. നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കുന്നതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയി അതിനെ വീണ്ടും നേടുകയാണ്. അപ്പൊ അതിനൊരു വീണ്ടെടുപ്പുകാരൻ വേണം. വീണ്ടെടുപ്പുകാരൻ നമുക്ക് പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനോട് ചെയ്യുന്ന നിയമങ്ങളുണ്ട്. ഒത്തിരി നിയമങ്ങളുണ്ട്, പല നിയമങ്ങളുണ്ട്. അതില് ആ നിയമങ്ങളെ നമ്മളോട് ചെയ്യുമ്പോൾ തന്നെ അതില് പഴയ നിയമകാലത്ത് മനുഷ്യർ തമ്മിൽ അവര് നിയമം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവര് ഉടമ്പടി ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ചെയ്യുന്ന 3 കൂട്ടം കാര്യങ്ങളാണ് അവർ ചെയ്യാറുള്ളത്. അവര് ഉടമ്പടി ചെയ്യുന്നപ്പോൾ 3 കൂട്ടം അതിന് ഒന്ന് രക്തനിയമമാണ്. രക്തനിയമം. രണ്ടാമത്തേത് ഉപ്പ് നിയമമാണ്, സാൾട്ട് കവനന്റ്. മൂന്നാമത്തേത് ചെരുപ്പ് കവനന്റ്, ഷൂ കവനന്റ്, ചെരുപ്പ് നിയമം. ഒന്നുകൂടെ ഞാൻ പറയാം. രക്ത നിയമം, രക്ത നിയമമാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി രക്ത നിയമമാണ്. രക്ത നിയമമാണ് കർത്താവ് ചെയ്തത്. നമ്മള് വിചാരിച്ചിരിക്കുന്നത് ദൈവം അബ്രഹാമിനോട് 5 കൂട്ടം കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മള് പഴയ നിയമത്തിലേക്ക് ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോഴത്തേക്ക് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ ഈ പറയുന്ന സംഗതികളെല്ലാം കൂടെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തില് നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ 15-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 15-ാം അധ്യായത്തില് നമ്മള് 15-ാം അധ്യായം പഠിച്ചു പോവുകയാണല്ലോ, അതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോകാം. 15-ാം അധ്യായത്തിന്റെ ദൈവത്തോട് അബ്രഹാം ചോദിച്ചു, നീ എന്റെ അതിമഹത്തായ പരിചയമാണ്, അതിമഹത്തായ പ്രതിഫലമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോൾ ചെന്നാലും കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്ന അബ്രഹാം ദൈവത്തോട് പറയുന്ന ഒരു പരാതിയാണ്. പരാതി ഇതാണ്, നീ എനിക്ക് മക്കളെ തരാമെന്ന് പറഞ്ഞു, മകനെ തരാമെന്ന് പറഞ്ഞു, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഈ എലിയേസർ അത്രേ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം അവനോട് പറഞ്ഞു, അവനെ പുറത്ത് കൊണ്ടുവന്ന് കാണിച്ചു. അവന് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു, ഭൂമിയിലെ മണൽപ്പരപ്പിലോട് നോക്കാൻ പറഞ്ഞു. അപ്പൊ അതിന് എണ്ണമില്ലാത്ത അവസ്ഥയൊക്കെയാണ്. അതിന് ആത്മീയ അർത്ഥങ്ങളുണ്ട്. ഞാൻ ഭാഗം വിടുകയാണ്. അപ്പൊ ഈ കാര്യം അവന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവനോട് പറഞ്ഞു, നീ എന്റെ ഒരു കാര്യം ചെയ്യണം, ഞാനിത് അവകാശമായി തരുമെന്നുള്ളതിന് എനിക്ക് എന്തോന്നിനാൽ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഇനി 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെ, 3 വയസ്സുള്ള ഒരു കോലാടിനെ, 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു. ഒത്ത നടുവേ പിളർന്ന് ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അബ്രഹാമിന്റെ കാലത്ത് 2 പേര് തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഈ ഉടമ്പടി ചെയ്യുന്ന ആള് ഒരു കാളക്കിടാവിനെ കൊണ്ടുവരും. ഇത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ യിരെമ്യാ പ്രവചനത്തിലോട്ട് വരണം. യിരെമ്യാ പ്രവചനം 34-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണ്. ബ്ലഡ് കവനന്റ്, രക്തനിയമം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം. രക്തനിയമം 34-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം.
ഇരമ്യാ പ്രവചനം 34 അധ്യായത്തിന്റെ കാളക്കുട്ടിയെ രണ്ടായി പിളർന്നു, അതിന്റെ പിളർപ്പുകളുടെ നടുവെ കടന്നുകൊണ്ട് എന്റെ മുൻപാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ. മതി മതി. ഇപ്പൊ നമുക്ക് അത് മനസ്സിലാകാം. നിയമം ചെയ്യുന്ന ആൾ എന്ത് ചെയ്യാണ്? ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർക്കും. ആ പിളർപ്പുകൾ നേർക്ക് നേരെ വെക്കും. ഉടമ്പടി ചെയ്യുന്ന ആള് ഇതിന്റെ നടുവിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അലംഘനീയമായ നിയമം, ആ നിയമം ചെയ്യുന്ന ഇന്നത്തെ പോലല്ല. ഇന്ന് രണ്ടുപേര് തമ്മിൽ കവനന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ കച്ചേരി ചെന്നു അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിലെ മുദ്രപത്രം മേടിച്ച് എഴുതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അസാധുവാക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് ഈ രജിസ്റ്റർ കച്ചേരി ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യർ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്ന ഒന്നാമത്തെ ഉടമ്പടി ബ്ലഡ് കവനന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു കാളക്കുട്ടിയെ കൊണ്ടുവരും, അതിനെ ഒത്ത നടുവെ പിളർക്കും, പിളർപ്പുകൾ നേരെ വെക്കും. ആ പിളർപ്പുകളുടെ നടുവിൽ കൂടെ നിയമം ചെയ്യുന്ന ആള് കടന്നുപോയി കഴിഞ്ഞാൽ അത് അലംഘനീയമായ, പിന്നീട് ഒരിക്കലും മാറ്റാൻ കഴിയാത്തൊരു നിയമമാണ്. ഇപ്പം അബ്രഹാമിനോട് ദൈവം നിയമം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലരും പറയാറുണ്ട് ഇത് യാഗമാണ്. യാഗമല്ല, അത് തെറ്റായ ഒരു കാര്യമാണ്. യാഗമല്ല, അത് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയാണ്. നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞ ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ബാക്കിയല്ല, ആട്ടുകൊറ്റനെ കൊണ്ടുവന്നു, പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവന്നു, ഒത്ത നടുവേ പക്ഷികളെയോ അവൻ പിളർന്നില്ലെന്ന് എഴുതി. അപ്പൊ വലിയതിനെ പിളർന്നു, ചെറുതിനെ പിളർന്നില്ല. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഉടമ്പടി ചെയ്യാൻ വരുന്ന ദൈവം ആ പിളർപ്പുകളുടെ നടുവിൽ കൂടെ പോകാതെ ദൈവം മാറി നിൽക്കുകയാണ്. അപ്പൊ ദൈവം ഉടമ്പടി ചെയ്യാത്തത് കൊണ്ട് എന്താണ് ഇറങ്ങിയത്? റാഞ്ചൻ പക്ഷി ഇറങ്ങി. നിങ്ങൾക്ക് പിടികിട്ടിയെന്നാ ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആരാധനയിൽ റാഞ്ചൻ പക്ഷി ഇറങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അന്ന് കഴിഞ്ഞ് വരാൻ താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. ഒരു ഗാഢനിദ്ര വന്നു. ഇത് വായിക്കുമ്പോ എനിക്ക് ചിരി വരുന്നൊരു കാര്യമുണ്ട്. പലരും യോഗത്തിനിരുന്ന് ഉറങ്ങാറുണ്ട്. ഗാഢനിദ്ര വീണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. യോഗത്തിനിരുന്ന് ഉറങ്ങുന്നവർ ഓർത്തോണം, ഗാഢനിദ്ര വന്നു കഴിഞ്ഞാൽ ഭീതിയും അന്ധതമസും വരും. അവിടെ ഇറങ്ങുന്നത് ദൈവകൃപയല്ല, പരിശുദ്ധാത്മാവല്ല, ആത്മാവല്ല, ശക്തിയല്ല, ഉണർവല്ല ഇറങ്ങുന്നത്. പകരം റാഞ്ചൻ പക്ഷി ഇറങ്ങുക. ഈ റാഞ്ചൻ പക്ഷി ഇറങ്ങി അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞെന്നാണ് ഇരിക്കുന്നത്. നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതിന് ഇറങ്ങാനുള്ള വസ്തുക്കൾ അവിടെ ഇരിക്കുകയാണ്, വിഷയം ഇരിക്കുക, കാര്യം ഇരിക്കുക. നമ്മൾ പോവിശാചെ എന്ന് പറയാം, അത് പോയിട്ട് പിന്നെയും കറങ്ങി വരിക. ഈ റാഞ്ചൻ പക്ഷി പിന്നെയും കറങ്ങി വരികയാണ്. എന്നാൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. അനുഗ്രഹം കിട്ടേണ്ടതിന് പകരം നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരങ്ങൾ പാർക്കുമെന്നുള്ള ശാപം കിട്ടിയാണ് അബ്രഹാം പോകുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പിളർപ്പുകളുടെ നടുവേ പോകുന്നതാണ് ഒന്ന്. അതാണ് ബ്ലഡ് കവനന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഷൂ കവനന്റ് ആണ്. ഷൂ കവനന്റ് നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിയമം ചെയ്യുന്ന ആള് തന്റെ ചെരുപ്പൂരി ആ ആളിന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പ്രൈസ് ദി ലോർഡ് ആ നിയമം അവിടെ മൂപ്പന്മാരുടെ മധ്യ വെച്ച് ചെരുപ്പൂരി കൊടുക്കുമ്പോഴത്തേക്ക് ആ നിയമം ആ കവനന്റ് അങ്ങനെ തന്നെ ഫലപ്രാപ്തിയിലേക്ക് വരികയാണ്. അത് നടപ്പായി തീരുകയാണ്. അപ്പോൾ രൂത്തിന്റെ പുസ്തകത്തിൽ ബോവസാണ് രൂത്തിനെ വീണ്ടെടുക്കേണ്ടത്. എന്നാൽ ഏറ്റവും അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ടായിരുന്നു. ആ വീണ്ടെടുപ്പുകാരന് ചെയ്യാൻ സാധിച്ചില്ല. അവനോട് പറഞ്ഞ് ചെയ്യാമോ ചോദിച്ചപ്പോൾ അവൻ ഒഴിഞ്ഞു മാറി. ബോവസാണ് രൂത്തിനെ വീണ്ടെടുത്തത്. അതിനകത്ത് നമുക്കൊരു ഒരു ആത്മീയ അർത്ഥമുണ്ട്. നമുക്ക് പുതിയ നിയമത്തിൽ അറിയാവുന്ന ഒരു വാക്യമുണ്ട്. ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുവാൻ തക്കൊണ്ടിടയായി. പ്രൈസ് ദി ലോർഡ്. പഴയ ഒരു വീണ്ടെടുപ്പുകാരൻ ന്യായപ്രമാണത്തെ ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാൻ തക്കൊണ്ടിടയായി. മൂന്നാമത്തെ കവനന്റ് എന്ന് പറയുന്നത് ലവണ നിയമമാണ്. സാൾട്ട് കവനന്റ്. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അതിന് ഇത്രയുള്ള അർത്ഥം. ഞാൻ അത് പറഞ്ഞു പോകാം. 18-20 പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പം വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. യാഗം കഴിച്ച ശേഷം യാഗ വസ്തു എന്റെ ആ മാംസം ഉപ്പ് കൂട്ടി തിന്നു കഴിഞ്ഞാൽ ആ നിയമം അഴിയാത്ത നിയമമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഉപ്പ് കൂട്ടി തിന്നണമെന്ന്. ഉപ്പ് തിന്നുക, ഉപ്പ് കൂട്ടി തിന്നുക, ഉപ്പും കൂട്ടി ചോറ് തിന്നുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദികേട് കാണിക്കരുതെന്നാണ് അതിന്റെ അർത്ഥം.
പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഉപ്പും കൂട്ടി വസ്തുവിനെ യാഗം കഴിച്ച ശേഷം ആ മാംസം ഉപ്പ് കൂട്ടി തിന്നു കഴിഞ്ഞാൽ അത് അലംഘനീയമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ഇപ്പൊ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വന്ന വീണ്ടെടുപ്പുകാരനാണ്. മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് യേശു ക്രിസ്തു ഒന്ന് രാജാവാണ്, രണ്ട് വീണ്ടെടുപ്പുകാരനാണ്, മൂന്ന് യേശു ക്രിസ്തു ന്യായാധിപതിയാണ്. മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് കർത്താവ് നമുക്ക് വേണ്ടി കർത്താവിന് കിട്ടിയിരിക്കുന്ന അധികാരങ്ങളാണ്. ഒന്ന്, ഹീസ് ദ റെഡീമർ, രണ്ട്, ഹീസ് ദ ജഡ്ജ്, മൂന്ന്, ഹീസ് ദ കിങ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, കർത്താവ് വീണ്ടെടുപ്പുകാരനാണ്. ഇപ്പൊ വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ വീണ്ടെടുപ്പുകാരനാകാൻ പറ്റത്തില്ല. പഴയ നിയമത്തിലെ വീണ്ടെടുപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. എല്ലാവർക്കും വീണ്ടെടുക്കാനൊക്കത്തില്ല. ഒന്ന്, വീണ്ടെടുപ്പുകാരന്റെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ രക്തബന്ധമുള്ള ആളായിരിക്കും. രക്തബന്ധത്തിലുള്ള ആളിനെ മാത്രമേ വീണ്ടെടുക്കാൻ പറ്റൂ. രണ്ടാമത്തേത്, വീണ്ടെടുപ്പാൻ തക്കവണ്ണമുള്ളതായ ആ വില കൊടുക്കാൻ അല്ലെങ്കിൽ ആ മുതൽ മുടക്കാനായിട്ടുള്ള കഴിവുള്ള ആളായിരിക്കും. കഴിവ് മാത്രം പോരാ, ആ ആളിന് അതിനുള്ള മനസ്സും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മാനവജാതിയുടെ ഉള്ള ബന്ധത്തിൽ, നമ്മളുള്ള ബന്ധത്തിൽ കർത്താവ് യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് എന്താണ് ചെയ്തത്? കർത്താവ് വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് താനും ജഡരക്തത്തോട് കൂടിയവനായി മാറി. അതുകൊണ്ടാണ് ദൂതനെ അയക്കാതിരുന്നത്. മനസ്സിലായോ? ഗബ്രിയേലിനോടോ മീകാലിനോടോ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വന്ന് വീണ്ടെടുപ്പ് നടത്തിയേനെ, കാൽവരി ക്രൂസിൽ തൂങ്ങിയേനെ. എന്നാൽ ദൈവം തന്നെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. രക്തബന്ധത്തിലുള്ള ആളായിരിക്കണം വീണ്ടെടുക്കുന്നത്. ചുമ്മാ എല്ലാവർക്കും വീണ്ടെടുക്കാൻ പറ്റത്തില്ല. വീണ്ടെടുപ്പുകാരനായി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവർ താൻ മനുഷ്യനായിട്ട് അവതരിച്ചത് കൊണ്ടാണ് നമുക്ക് വീണ്ടെടുപ്പുകാരനായിട്ട് മാറിയിരിക്കുന്നത്. മനുഷ്യനായി അവതരിച്ചത് കൊണ്ടാണ് കർത്താവ് ന്യായാധിപനായി മാറിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ന്യായവിധി പിതാവായ ദൈവം പുത്രനായ കർത്താവിന് നൽകി എന്നുള്ളതാണ്. 5:27 യോഹന്നാൻ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അത് ഭാഗം ഞാൻ വിടുകയാണ്. മൂന്നാമത്തേത്, കർത്താവ് നമുക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, നമുക്ക് വേണ്ടി അവൻ ന്യായാധിപനായി നിൽക്കുകയാണ്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു ഉഡായിപ്പും ന്യായാസനത്തിന് മുമ്പാകെ നടക്കത്തില്ല, ഒരു പരിപാടി നടക്കത്തില്ല. കാരണം യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യൻ്റെതായ എല്ലാ പാപം ഒഴികെ നമുക്ക് തുല്യം, എല്ലാറ്റിനും തുല്യമായി പരീക്ഷിക്കപ്പെട്ട ആളാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് കർത്താവ് ന്യായാധിപനായിട്ട് ഇരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം, അത് പാപമില്ലാത്ത ആ രക്തം, അത് വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി മുടക്കിയിരിക്കുന്നത് നമ്മൾ യേശുവിന്റെ സമ്പാദ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കർത്താവ് മുടക്കിയത് തന്റെ വിലയേറിയ രക്തമാണ്. അതുകൊണ്ടാണ് നാം കർത്താവിന് ഏറ്റവും വിലപ്പെട്ടവരായി, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായിരിക്കുന്നെന്ന് പറയാൻ കാരണം ഏറ്റവും വിലയുള്ള കാര്യം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തില് നമുക്ക് പുറപ്പാട് ദിവസം 30-ാം അധ്യായം നിങ്ങളുടെ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. ആരാധകൻ ഉണ്ടായിരിക്കേണ്ട 3 ക്വാളിഫിക്കേഷൻസ് അവിടെ കാണാൻ കഴിയും. 3 ക്വാളിഫിക്കേഷൻസ് ഓഫ് എ വർഷിപ്പർ. ഒരു ആരാധകൻ ഉണ്ടായിരിക്കേണ്ട 3 ക്വാളിഫിക്കേഷൻ പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിലുണ്ട്. അതിൽ ആദ്യത്തേത്, അവൻ വീണ്ടെടുക്കപ്പെട്ടവനായിരിക്കും. അപ്പൊ ആലയത്തിന്റെ കണക്കനുസരിച്ച് പേര് എഴുതണമെന്നുണ്ടെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തിൽ വരണമെന്നുണ്ടെങ്കിൽ 1/2 ശെക്കെൽ 4 ശെക്കെൽ വെള്ളി അവിടെ തൂക്കി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകത്തിലേക്ക് ആ വാക്യം ഞാൻ പെട്ടെന്ന് എടുത്ത് വായിക്കാം. അത് നമ്മളൊന്ന് അറിഞ്ഞു പോകുന്നത് നല്ലതാണ്. അതിന്റെ 30-ാമത്തെ അധ്യായം, 30-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 11-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവരെ അപ്പൊ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, ഹി മസ്റ്റ് ബി റെഡീംഡ്, അവൻ വീണ്ടെടുക്കപ്പെട്ടവനായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് 1/2 ശെക്കെൽ കൊടുക്കും.
അരശക്കേൽ, ആലയത്തിന്റെ തൂക്കപ്രകാരം അരശക്കേൽ കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അപ്പൊ അങ്ങനെ നമ്മൾക്ക് വേണ്ടി കർത്താവ് കൊടുത്തത് തന്റെ വിലയേറിയ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. 3 ക്വാളിഫിക്കേഷനാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തേത് he must be redeemed. രണ്ടാമത്തേത് 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ he must be sanctified, ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ശുദ്ധീകരിക്കപ്പെട്ട ഒരാളിന് മാത്രമേ അവിടെ ചെയ്യാനായിട്ട് സാധിക്കൂ. ഹി മസ്റ്റ് ബി അവന് രണ്ടാമത് അവൻ ചെയ്യേണ്ടത് അവൻ വിശുദ്ധീകരിക്കപ്പെട്ട ആളായിരിക്കും. മൂന്നാമത് നമ്മൾ അവിടെ കാണുന്നത് ഹി മസ്റ്റ് ബി അനോയിന്റഡ്. അവിടെ അഭിഷേക തൈലം അവന്റെ മേൽ പുരട്ടുക. അപ്പൊ ഇത് ആക്ഷരികമായിട്ടാണ് നിന്നതെങ്കിലും പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആരാധകൻ ഉണ്ടായിരിക്കേണ്ട 3 ഗുണങ്ങൾ, 3 യോഗ്യതകൾ നമുക്ക് അറിയാം. ഒന്ന്, അവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കണം. രണ്ടാമത്തേത്, നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ ഓരോ പ്രാവശ്യവും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. മൂന്നാമത് നമ്മൾ കാണുന്നത് അവന് അനോയിന്റഡ് ആയിരിക്കണം, അഭിഷേകം പ്രാപിച്ചിരിക്കണം, അഭിഷേകം ചെയ്യപ്പെട്ട ആളായിരിക്കണം. എന്താണ് അഭിഷേകം? അതൊക്കെ നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരപ്പെടണം. ആത്മാവിനാലാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന ആരാധന യോഗ്യനായ കർത്താവിനെ ആത്മാവിലും സത്യത്തിലുമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പൊ ആത്മാവ് ഉള്ള അഭിഷേകത്തിലാണ്. അത് നിഴലായിട്ടാണ് 30-ാം അധ്യായത്തിൽ നിൽക്കുന്നതെങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങളുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കാൻ യോഗ്യനായിരിക്കുന്നത്. ഒന്ന്, ആദ്യത്തേത് അവൻ വീണ്ടെടുക്കപ്പെട്ട ആളായിരിക്കണം. അവന് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ആളായിരിക്കണം. മൂന്നാമത്തേത് അവൻ അഭിഷേകം പ്രാപിച്ച ആളായിരിക്കണം. ഇപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് അഭിഷേകത്തോടുകൂടെ ദൈവസന്നിധിയിൽ വന്ന് ആരാധിക്കുന്ന ആരാധന മാത്രമേ ദൈവം അംഗീകരിക്കുന്ന ആരാധനയായിട്ടുള്ളൂ. അല്ലാത്ത ആരാധനകളൊന്നും ദൈവം അംഗീകരിക്കുന്ന ആരാധനയല്ല. കൃപയാൽ ഈ വെളിവ് നമുക്ക് കിട്ടിയത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ആ വെളിവ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ വെളിപ്പാട് നമുക്ക് പഠിക്കാൻ ഇടയായി തീർന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, ആ രക്തം നമുക്ക് വേണ്ടി കർത്താവ് നമ്മളെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് അത് നമുക്ക് വേണ്ടി ആ രക്തം ചൊരിഞ്ഞു. ആ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തത്. ദൈവത്തിന്റെ സമ്പാദ്യമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കുക. അവിടെ ഒരു വാക്യം കൂടെ പറഞ്ഞെങ്കിൽ അതിന്റെ ആഴം ഒച്ചരുടെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സമ്പാദ്യം ഇരിക്കുന്നിടത്ത് എന്ന് പറഞ്ഞ ബാക്കി നിങ്ങളുടെ സമ്പാദ്യം എവിടെ ഉണ്ടോ അത് അവിടെയാണ് നമ്മുടെ ഹൃദയവും ഇരിക്കുന്നത്. നമ്മുടെ സമ്പാദ്യം ഉള്ളിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ വീട്ടിൽ കുറെ സ്വർണം ഉണ്ടെന്ന് വിചാരിക്കുക, എവിടെ പോയാലും നെഞ്ച് പടപടാ ഇടിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിന് അധികം പറയുന്നത്, ആരാധനയ്ക്ക് വരുമ്പോൾ ബീഫ് വളർത്തി വെച്ച് വന്നു കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ ചിന്തയായിരിക്കും. ഇത് എവിടെ പോയി പറ്റിയതെന്നോ പൂച്ച പാടിയോ അത് കഥവ് പൂട്ടിയോ. യോധനോമ ശ്രദ്ധിച്ചിട്ടില്ലേ? പൂട്ടിയെന്ന് ഓർമ്മ വന്നാലും 2 പ്രാവശ്യം പുലിക്കേച്ച വന്നാലും പിന്നെ ഒരു 1/2 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു സംശയം, പൂട്ടിയതാണോ? പ്രൈസല്ലോ, ഗ്യാസ് അടച്ചോ? ഒരു സംശയം. എന്താ അങ്ങനെ സംശയം വരാൻ കാരണം? നമ്മുടെ സമ്പാദ്യം ഇരിക്കുന്നിടത്താണ് നമ്മുടെ ഹൃദയവും ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സമ്പാദ്യം ഇരിക്കുന്നിടത്താണ് ഹൃദയം ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മേലാണ് ദൈവത്തിന്റെ പൂർണ്ണ ശ്രദ്ധയും ഇന്ന് രാത്രി ഇരിക്കുന്നതെന്ന് ഓർത്താൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് കാര്യം മനസ്സിലായത് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവിന്റെ ശ്രദ്ധ മുഴുവനും നമ്മുടെ മേലാണ്. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക്
ഒരു നിക്ഷേപമായിരിക്കും. നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്താണ് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ നിക്ഷേപം എന്താണ്? ദൈവത്തിന്റെ നിക്ഷേപം ഈ പ്രപഞ്ചത്തിലുള്ള കോടി കോടി നക്ഷത്രങ്ങളല്ല, കോടിക്കണക്കിനുള്ള ദൂതന്മാരല്ല, ഈ നമുക്ക് കാണാൻ കഴിയുന്നതും കഴിയാത്തതുമായ കാര്യങ്ങളല്ല ദൈവത്തിന്റെ നിക്ഷേപം. ദൈവത്തിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയാണ് ദൈവത്തിന്റെ നിക്ഷേപം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപം ഇരിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കുമെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ശ്രദ്ധ മുഴുവനും ഇന്ന് രാത്രി ദൈവസഭയുടെ മേലിരിക്കുകയാണ്. കൊല്ലം ഷാരോൺ ചർച്ചിന്റെ മേലിരിക്കുകയാണ്, IPCയുടെ മേലിരിക്കുകയാണ്, കൊല്ലത്തുള്ള ദൈവജനത്തിന്റെ മേലിരിക്കുകയാണ്, തിരുവനന്തപുരത്തുള്ള ദൈവജനത്തിന്റെ മേലിരിക്കുകയാണ്. ദൈവത്തിന്റെ സകല ശ്രദ്ധയും ഇതിനെന്തെങ്കിലും ഒരു കേടുവരുന്നത്, എങ്ങനെയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ദൈവം അതിന്റെ എല്ലാ നിലയിലും അതിനെ സൂക്ഷിക്കുകയും കരുതുകയും കാക്കുകയും ചെയ്യുന്ന തന്റെ നിക്ഷേപം നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രി സന്തോഷം വരാൻ ഉണ്ടായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സമ്പാദ്യമാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം. നമ്മളെ കർത്താവ് തന്റെ നിക്ഷേപമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മളെ തന്റെ സമ്പാദ്യമാക്കി കരുതിയിരിക്കുക. സമ്പാദ്യം വരണമെങ്കിൽ വില മുടക്കണം. സമ്പാദ്യം നമ്മുടെ സമ്പാദ്യം. നമുക്ക് 2 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ വില മുടക്കിയതാണ്. 1 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് വില മുടക്കിയതാ. 500 സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടെങ്കിൽ നമ്മൾ വില മുടക്കിയതാ. നമുക്ക് വാഹനം ഉണ്ടെങ്കിൽ നമ്മൾ വില മുടക്കിയത്. ഇതെല്ലാം നമ്മുടെ നിക്ഷേപമാണ്, സമ്പാദ്യമാണ്, നമ്മൾ സമ്പാദിച്ചത്. അപ്പൊ അതിനുവേണ്ടി ഒരു വില മുടക്കിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിന് ഒരു വലിയ വില മുടക്കി. ആ വിലയാണ് യേശുക്രിസ്തുവിന്റെ രക്തം. രണ്ടാമത്തേത് 1 യോഹന്നാൻ 1 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. നമുക്കറിയാവുന്ന വാക്യമാണ്. 1 യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതൊന്ന് പെട്ടെന്ന് എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം ശുദ്ധീകരിക്കുന്ന രക്തം. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തം. നമുക്കറിയാവുന്ന ഒരു വാക്യം കൂടെ ഉണ്ട്, അത് അവിടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ അർത്ഥം മനസ്സിലാകും. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കും. എങ്ങനെയാണ് നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുന്നത്? ഒന്ന്, രക്തത്താലുള്ള ശുദ്ധീകരണം. രണ്ടാമത് നമ്മളെ ശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണം. പരിശുദ്ധാത്മാവിനുള്ള ശുദ്ധീകരണം. അപ്പൊ ഈ എല്ലാ ശുദ്ധീകരണവും നമ്മൾ പ്രാപിക്കണം. ഒന്ന് കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, നിങ്ങളും ചിലർ ഈ വാക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു. അപ്പൊ രണ്ടാമത്തെ ശുദ്ധീകരണം, ഒന്നാമത്തേത് രക്തത്താലുള്ള ശുദ്ധീകരണം. രണ്ടാമത്തെ ശുദ്ധീകരണം എന്ന് പറയുന്നത് ആത്മാവിനാലുള്ള ശുദ്ധീകരണം. മൂന്നാമത്തെ ശുദ്ധീകരണം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ 15-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞങ്ങ് പോകാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് നമ്മൾ ആദ്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ 3-ാമത്തെ വാക്യം എങ്ങനെയാ വായിക്കുന്നത്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ. രക്തത്താലുള്ള ശുദ്ധീകരണം. 2, ആത്മാവിനാലുള്ള ശുദ്ധീകരണം. 3, ഇത് നമ്മൾ പ്രാപിക്കണം. ഇത് 3 ദൈവം നമുക്ക് തരുന്ന ശുദ്ധീകരണങ്ങൾ. പിന്നെ നമ്മൾ വില മുടക്കേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് തരുന്ന ശുദ്ധീകരണം.
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണാം, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും, ഹിമം പോലെ വെളുപ്പിക്കും. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയും. ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവിനും നമ്മുടെ അകത്തെ കഴുകാൻ പറ്റത്തില്ല. നമ്മളെ അകം കഴുകുന്നത് പരിശുദ്ധ രക്തം കൊണ്ട് മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ കർത്താവ് കഴുകുകയാണ്. ഇന്ന് രാത്രി ആ ഒരു അനുഭവം പ്രാപിച്ച എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 4-മത്തെ ശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെയ്യേണ്ട ശുദ്ധീകരണമാണ്. സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. എല്ലാവരോടും സമാധാനമായിരിക്കണം. ഇനി എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, ക്യാമറ ഓണാക്കിയവരും അല്ലാത്തവരും എല്ലാം എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന വീട്ടിൽ പോകത്തില്ല, ഇന്നാരോടും മിണ്ടത്തില്ലെന്ന് പറയുന്ന പരിപാടി ദൈവമക്കൾക്ക് ഉണ്ടാകില്ല. ഇപ്പൊ ഒരു സ്വോത്രം പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൈസലോ. ചിലരെ കാണുമ്പോൾ നമ്മൾ തല വെട്ടിച്ചു പോവുക. ഇന്ന വീട്ടിൽ പോകത്തില്ല, ഇന്നാരോടും മിണ്ടത്തില്ലെന്ന് പറയുന്ന ആരേലും ഉണ്ടെങ്കിൽ ഈ രാത്രി ഓർക്കുക, ആ ശുദ്ധീകരണം ദൈവം നമുക്ക് കിട്ടിയില്ല, തന്നില്ല. ആ ശുദ്ധീകരണം നമ്മൾ ഏറ്റെടുക്കാത്തിടത്തോളം കാലം നമുക്ക് ദൈവകൃപ പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രൈസലോ. ഹല്ലേലൂയ. 5-മത്തെ ശുദ്ധീകരണം. ഈ 4 ശുദ്ധീകരണങ്ങൾ നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്ക് ദൈവം നിർബന്ധമായി തരുന്നൊരു ശുദ്ധീകരണം. കർത്തൃമേശ നടത്തുമ്പോൾ ദേവദാസന്മാർ വായിക്കുന്ന വാക്യഭാഗങ്ങൾക്കറിയാം. ഇന്നൊരു 11-ാം അധ്യായത്തിലുണ്ട്, നമ്മൾ തന്നെ ശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ നമ്മളെ ദൈവം ശുദ്ധീകരിക്കും. എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? ബാലശിക്ഷ നൽകി, ബാലശിക്ഷ നൽകി ശുദ്ധീകരിക്കും. ഇപ്പൊ ബാലശിക്ഷ കിട്ടണമെങ്കിൽ ബാലശിക്ഷയാലുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി നിന്നു കൊടുക്കല്ലേ. മോനെ ഇങ്ങോട്ട് വാടാന്ന് ഡാഡി വിളിച്ചു പറഞ്ഞു. പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പേ അവൻ അപ്പന്റെ മുമ്പ്, ഡാഡിയുടെ മുമ്പ് റെഡി വന്ന് നിൽക്കുക. എന്തിനാടാ ഇത്രയും പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചോണ്ട് ഒരപ്പനും അടിക്കുകയില്ല. ഞാൻ വിളിച്ചപ്പോ ഇത്രയും പെട്ടെന്ന് വരണമായിരുന്നോ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഉടനെ വരുന്ന മക്കളെ അപ്പന്മാർ അടിക്കാറുണ്ട്? അടിക്കത്തില്ല. പിന്നെ എപ്പോഴാണ് അടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യം ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാതെ പോകുന്നവന് വിളിച്ച് നല്ല 2 തല്ലു കൊടുത്തു. ഇപ്പൊ ഇതുപോലാണ്. പ്രൈസലോ. ബാലശിക്ഷ തരുന്നതിന് കാരണം എന്താണ്? പല പ്രാവശ്യം പറഞ്ഞിട്ട് കേട്ടില്ല, പിന്മാറ്റത്തിലോട്ട് പോവുക, യോഗത്തിന് വരത്തില്ല, ദേശാവശ്യം കൊടുക്കുകയല്ല, ജീവിതത്തിൽ നേര് പറയുന്ന പരിപാടിയില്ല. പ്രൈസലോ. ഇങ്ങോട്ടോ ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടം വരെ പോകുന്നെന്ന് പറയും. പോകുന്നത് എങ്ങോട്ട്? കോട്ടയത്തോട്ടായിരിക്കും പോകുന്നത്. അവിടം വരെ എന്നാ പറയുന്നത്. നേരെന്ന് പറയുന്നത് വായിലില്ലാത്ത ആളുകളെ ദൈവസന്നിധിയിൽ ദൈവം അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ബാലശിക്ഷ കൊടുക്കും, അടി കൊടുക്കും. ഇതിനാണ് നേരെ ചൊവ്വെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് പല വിധത്തിലാണ്. ആ ബാലശിക്ഷ എന്ന് പറയുന്നത് ഒരുപക്ഷെ രോഗമാകാം, കഷ്ടമാകാം, പ്രയാസമാകാം, ഒരുപക്ഷെ അത് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഓർക്കുക, നമ്മള് വിശ്വാസി പാപം ചെയ്തു കഴിഞ്ഞാൽ 7 നഷ്ടങ്ങൾ സംഭവിക്കും. രക്തത്തിന്റെ നമുക്ക് രക്തമുഖാന്തരം കിട്ടുന്ന ബാക്കി അനുഗ്രഹം ഞാൻ അടുത്ത ആഴ്ച പറയാം, എന്നെ ഓർമ്മിപ്പിക്കണമെന്നേ ഉള്ളൂ. ഒരു വിശ്വാസി പാപം ചെയ്തു കഴിഞ്ഞാൽ 7 കാര്യങ്ങൾ നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ധരിക്കാവുന്ന ഞാൻ കുറച്ചു നേരത്തേക്ക് എന്റെ മാനസാന്തരം മാറ്റി വെക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു വിശ്വാസി പാപം ചെയ്യാൻ പാടില്ല. വിശുദ്ധി ജീവിക്കണം, ശുദ്ധീകരണത്തോടെ പ്രാപിക്കണം, എന്നും വിശുദ്ധിയിലായിരിക്കണം, എന്നും ദൈവകൃപയിൽ നിൽക്കണം. അതില് ഒന്നും പുറകിലോട്ട് പോകാനായിട്ട് പാടില്ല. എല്ലാ ദിവസവും ഇന്നലത്തേക്കാൾ ഇന്ന് നമ്മൾ കർത്താവിനോട് കൂടുതൽ കുറച്ചുകൂടെ വിശുദ്ധിയോടെ വരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ സഭായോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മള് ഈ രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന ശങ്കരനും ഗോവിന്ദനും മുഹമ്മദിനും ഒക്കെ പ്രാർത്ഥിച്ച ഉടനെ മറുപടി കിട്ടും. രോഗം മാറുക, ഉടനെ മറുപടി കിട്ടും.
10-15 വർഷമായി നമ്മൾ പ്രാർത്ഥിച്ചെന്നൊക്കെ ഇതുവരെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നു. അപ്പൊ നമുക്കൊരു അത്ഭുതമാണ്, നമുക്കൊരു പ്രയാസമാണ്. ദൈവത്തോടെ തന്നെ ഒരു ചെറിയ പണക്കം വരിക. എന്താ പണക്കം വരാൻ കാര്യം? ഇന്നലെ വന്നവന് പ്രാർത്ഥിച്ചതെല്ലാം കിട്ടുക. നമ്മൾ കുറെ കാലമായിട്ട് ദൈവസന്നിധി നിന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ചതൊക്കെ മറുപടി കിട്ടുന്നില്ല. എന്താ കാര്യമെന്ന് ഞാൻ പറയാം. നമ്മുടെ പ്രായം കൂടുന്തോറും, ആത്മീയ പ്രായം കൂടുന്തോറും കൂടുതൽ വിശുദ്ധി ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കില്ല. വല്ല പിടിയും കിട്ടുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ട് 6 മാസം ആയവനെ കാട്ടിലും 10 വർഷം ആയവനെ അവന്റെ ജീവിതത്തിൽ കുറെ കൂടെ ദൈവത്തോടുള്ള വിധേയത്വവും സ്നേഹവും വിശുദ്ധീകരണവും ഒക്കെ ദൈവം പ്രതീക്ഷിക്കുകയാണ്. ഞാനതിനൊരു ഉദാഹരണം പറയാറുണ്ട്. 2 വയസ്സുള്ള ഒരു മകനെ ഡാഡി നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഇവനെ ഒന്ന് അല്പം പ്രകോപിപ്പിക്കുമ്പോഴത്തേക്ക് അവന്റെ കൊച്ചു കൈകൊണ്ട് ഡാഡിയുടെ കർണക്കുറ്റി നോക്കി അടി കൊടുക്കും. അപ്പൊ അടി കിട്ടുമ്പോഴത്തേക്ക് ഡാഡിക്ക് വലിയ സന്തോഷം, ചിരിയ. അവനെ ഒന്നുകൂടെ പ്രകോപിപ്പിക്കും, ഒരടി കൂടെ കിട്ടാൻ വേണ്ടി. അത് കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഒന്നുകൂടെ അവനെ ദേഷ്യം പിടിപ്പിക്കും, ഒരടി കൂടെ കിട്ടാൻ വേണ്ടി. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അടിക്കുമ്പോഴത്തേക്ക് അവനെ വാരിയെടുത്ത് ഉമ്മ വെക്കുക, അവനെ സന്തോഷിപ്പിക്കുക, ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കുക, കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പൊ 2 വയസ്സുള്ള ഒരു മകൻ അപ്പന്റെ കർണക്കുറ്റി കടിക്കുമ്പോൾ അപ്പന് സന്തോഷം. എന്നാൽ 20 വയസ്സുള്ള ഒരു മകൻ അപ്പന്റെ കർണക്കുറ്റി കടിച്ചാലോ വിവരം അറിയും. രണ്ടുപേരും ചെയ്തത് ഒരേ കാര്യമാണ്, പക്ഷെ വ്യത്യാസം, പ്രായത്തിന് വ്യത്യാസം. ഇപ്പൊ പ്രായം കൂടുന്തോറും ആ പിതാവ് ആ മകനിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വല്ല പിടിയും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിൽ സ്നാനപ്പെട്ടിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്? ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ സ്റ്റാൻഡേർഡിൽ നമ്മൾ വരുന്നില്ല. ഇപ്പോഴും ശിശുവാണ്. ഹല്ലേലൂയ. യോഹന്നാൻ ദൂത് എഴുതുന്നത്, യോഹന്നാന്റെ 1-ാം ലേഖനം എഴുതുമ്പോൾ 1 ശിശുക്കളുണ്ട്, ബാല്യക്കാരുണ്ട്, പ്രായമായവരുണ്ട്, പിതാക്കന്മാരുണ്ട്, ബാല്യക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവർ ആ 3 ഗ്രേഡിലാണ് ഉള്ളവർക്കാണ് ദൂത് എഴുതുന്നത്. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം എടുത്ത് വായിക്കണം. കുഞ്ഞുങ്ങളെ അവർക്ക് എഴുതുക, ബാല്യക്കാരെ ഇച്ചിരുടെ ആരോഗ്യം വന്ന് എഴുതും, പിതാക്കന്മാരെ നല്ല അഡൽട്ടാണ്, നല്ല മെച്ചുവർ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ ആത്മീയത്തിൽ ശിശുത്വമുണ്ട്, യൗവനമുണ്ട്. പക്ഷെ ആത്മീയത്തിൽ വാർദ്ധക്യമില്ല. ആത്മീയത്തിൽ ശിശുത്വമുണ്ട്, ആത്മീയത്തിൽ യൗവനമുണ്ട്. പക്ഷെ ആത്മീയത്തിൽ എന്തില്ല? വാർദ്ധക്യമില്ല. 103-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരിക. അപ്പൊ യൗവനം പുതുക്കി വരിക എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം ഇല്ല. ഇപ്പൊ കർത്താവ് നമ്മളെ കുറിച്ച് ആശിക്കുക ശിശുവാണ്. ശിശുക്കള് എന്താ ചെയ്യുന്നത്? ശിശുക്കളെ ചെയ്യുന്നത് പത്രോസിന്റെ ഭാഷ പറഞ്ഞാൽ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പി. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇനി നിർത്തണം. ഞാൻ ഈ നമ്മൾ വിശ്വാസി പാപം ചെയ്താൽ നഷ്ടപ്പെടുന്ന 7 കാര്യങ്ങളോട് വിശദീകരിക്കാതെ അത് പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പൊ ദൈവം നമ്മളിൽ നിന്ന് കൂടുതൽ വിശുദ്ധീകരണം ആവശ്യപ്പെടുകയാണ്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ശിശുവുണ്ട്, ശിശുവിന് പാലാ വേണ്ടത്. എന്നാൽ വളരാൻ വേണ്ടിയിട്ട് പാലും, വളർന്നവർക്ക് കട്ടിയായിട്ടുള്ള ആഹാരവും. ഇന്ന് എല്ലാവർക്കും പാലാ വേണ്ടത്. തലയെ കൈവച്ച് മോനെ നല്ല കാലത്ത് നിനക്ക് ഗുണം വരുമെന്ന് പ്രവചിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷം. അമേരിക്കയിൽ പോകുമെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി സന്തോഷം. പ്രൈസ് ദി ലോർഡ്. BMW കാറ് നിന്റെ മുറ്റത്ത് 2 കിടക്കുമെന്ന് പറഞ്ഞാൽ അതിനെ നടന്നില്ലേലും നമുക്ക് കേൾക്കാൻ നല്ല സുഖമാണ്. അങ്ങനെ പ്രവചിക്കുന്ന ആളുകളോട് ചോദിക്കും, പാസ്റ്ററുടെ അഡ്രസ്സ് തരാൻ പറയും, നമ്പർ ചോദിക്കും, പാസ്റ്റർക്ക് മട്ടണാണോ ചിക്കനാണോ ഇഷ്ടമെന്ന് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. പുറകെ നടക്കും. പക്ഷേ നിന്റെ കുശുമ്പ് മാറ്റണം, നുണ പറയുന്നത് നിർത്തണം, നീ വിശുദ്ധിയോടെ ജീവിക്കണം. ഇപ്പൊ പോകുന്ന പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൂലി പോലും കിട്ടുകയില്ല. ഞാൻ അതുകൊണ്ട് എവിടെ പോയാലും പെട്രോൾ അടിച്ചിട്ടേ പോകാറുള്ളൂ. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചേ പോകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായി? പിന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. വളരാൻ പാലും, വളർന്നവർക്ക് കട്ടിയായിട്ടുള്ള ആഹാരവും വേണം. ഇപ്പോഴും പാല് കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമാണ്. മണവാളം വരുന്നത് കുപ്പിപ്പാല് പിടിച്ച് കിടക്കുന്ന, കൊച്ചു കൈകാലിട്ടിളക്കി കളിക്കുന്ന, പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുന്ന കാന്തയെ ചേർക്കാനല്ല. ആ കാന്തയെ വേണ്ട.
യൗവനയുക്തയായ പൂർണ്ണ വളർച്ചയുള്ള സൗന്ദര്യവതിയായ കാന്തയെ ചേർക്കാനാണ് മണവാളൻ വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളിപ്പോഴും കുപ്പിപ്പാലും പിടിച്ച് പല്ലില്ലാത്ത മോണ കാണിച്ച് ചിരിച്ച് കൊച്ചു കൈകാലുകളൊക്കെ കിടക്കുക. 20 വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോഴും ഇങ്ങനെ കിടക്കുക. പ്രൈസലോ. പ്രായത്തിന് തക്ക വളർച്ച ഉണ്ട്. എന്തായാലും ബൈബിൾ ക്ലാസ് ഒക്കെ വെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കട്ടിയായിട്ടുള്ളതായി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ദഹിക്കണം, ദഹിക്കാതെ പോകല്ലേ. പ്രൈസലോട്, അത് ദഹിക്കണം, ദഹിക്കാതെ പോകരുത്. ദഹനശക്തിയും കൂടെ വേണം. പോട്ടെ, അത് പറഞ്ഞ് ഞാൻ വിടുക. ഒരു വിശ്വാസി പാപം ചെയ്തു കഴിഞ്ഞാൽ 7 കാര്യങ്ങൾ അവന് നഷ്ടപ്പെടുകയാണ്. ഒന്ന് ലോസ് ഓഫ് ലൈറ്റ്, അവന് പ്രകാശം നഷ്ടപ്പെടുക. നമ്മളിപ്പം വായിച്ച വാക്യമുണ്ട് 1:7. നമ്മളാണ് യോഹന്നാന്റെ ലേഖനം 1:7 നമ്മൾ വായിച്ചത്. അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യം, 6-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ്. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. അടുത്തത് സത്യം പ്രവർത്തിക്കുന്നില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു. അപ്പൊ നമ്മൾ വെളിച്ചമാണ്, വെളിച്ചത്തിൽ നടക്കുന്നവരാണ്. ഇപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തി വെളിച്ചത്തിലാണ്. എന്നാൽ അവൻ പാപം ചെയ്യുമ്പോൾ ലോസ് ഓഫ് ലൈറ്റ്, ഇരുട്ട് പോകും. വെളിച്ചം പോയി ഇരുട്ടാണ്. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യും. അത് വിശദീകരിക്കാതെ ഞാൻ വിടുന്നു. രണ്ടാമത്തേത് സന്തോഷം നഷ്ടപ്പെടുകയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന് ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, രക്ഷയുടെ സന്തോഷം എനിക്ക്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രക്ഷയുടെ സന്തോഷം. പാപം ചെയ്ത് കഴിഞ്ഞപ്പോ രക്ഷയുടെ സന്തോഷം. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ ഈ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുന്ന മുഖത്തോട്ട് നോക്കിയാൽ എനിക്കറിയാം. പ്രൈസലോ, ഒരു സന്തോഷമുണ്ട്. ചിലരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഷ പറഞ്ഞ കൊരങ്ങാട്ടിയെ പോലെ ഇരിക്കുക. പ്രൈസലോ, ഒരു സന്തോഷമില്ല. നമുക്ക് എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞാലും, രോഗമാണെങ്കിലും ദുഃഖമാണെങ്കിലും സങ്കടമാണെങ്കിലും കഷ്ടം വന്നാലും രോഗം വന്നാലും എന്ത് പറഞ്ഞാലും നമ്മുടെ മുഖത്ത് നോക്കിയാൽ ഒരു സന്തോഷമുണ്ട്. പ്രൈസലോ. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് യാക്കോവക്കാരനാണ്. ഞാൻ യാക്കോവയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഇദ്ദേഹം എന്നെ കൂടെ കളിയാക്കുമായിരുന്നു. അയാൾ പറയും, അയാൾ സാധാരണ പറയാറുണ്ട്, നീ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, നീ അല്ലലിയ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്റെ അന്യഭാഷ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ നിന്റെ മുഖത്ത് നോക്കിയാൽ സന്തോഷമുണ്ടെന്ന് പറയാറുണ്ട്. പ്രൈസല്ലോ. നമുക്ക് എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞാലും രക്ഷിക്കപ്പെട്ടവരുടെ ആളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ഏത് കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ദുഃഖമല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലിന് ഒരു സന്തോഷമുണ്ട്. അത് ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ സന്തോഷം പോയി. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതി. രണ്ടാമത്തെ കാര്യം സന്തോഷം നഷ്ടപ്പെടുകയാണ്. മൂന്നാമത് സമാധാനം നഷ്ടപ്പെടുക, ലോസ് ഓഫ് പീസ്. സമാധാനം നഷ്ടപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തരുന്നത്, ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ദൈവത്തോടും സമാധാനമുണ്ട്, ദൈവിക സമാധാനമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് ശത്രുക്കളായിരുന്നു നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പീസ് ഓഫ് ഗോഡ്, പീസ് വിത്ത് ഗോഡ്. ബില്ലി ഗ്രഹാം പറയുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്, ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തിനകത്തോട്. നാലാമത് നമുക്ക് നഷ്ടപ്പെടുന്നത് സ്നേഹം നഷ്ടപ്പെടുക, ദൈവസ്നേഹം നഷ്ടപ്പെടുക. പ്രൈസ് ദി ലോർഡ്. സ്നേഹം നഷ്ടപ്പെടുക. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 5-ാമത്തെ വാക്യമാണ്, എന്നാൽ ആരെങ്കിലും തന്നെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. ഒരാള് പാപം ചെയ്ത് കഴിയുമ്പോൾ ആ സ്നേഹം, ദൈവസ്നേഹം, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകും. ഇവ നോക്കിയ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങളെക്കാൾ നമുക്ക് സ്നേഹം ഈ ആത്മീയ സഹോദരങ്ങളുണ്ട്. നമ്മൾ ജീവൻ കളയാൻ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാം തീയതി അമ്മയ്ക്ക് ഓപ്പറേഷൻ ആണെന്ന് നേരത്തെ പറഞ്ഞത്. എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുക സഭക്കാരെല്ലാം, എന്റെ വിചാരം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? രക്തബന്ധം ഉണ്ടായിട്ടാണ്.
രക്തബന്ധത്തെക്കാൾ വലുത് ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉള്ളതുകൊണ്ട്. പോട്ടെ, പറഞ്ഞ് ഞാൻ മാറുകയാണ്. അഞ്ചാമത് നമുക്ക് നഷ്ടപ്പെടുന്നത് കൂട്ടായ്മ നഷ്ടപ്പെടുകയാണ്. കൂട്ടായ്മ നഷ്ടപ്പെടുക, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുക. ഒന്ന്. രണ്ട്, പരസ്പരമുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുക. പിന്മാറ്റത്തിൽ പോകുന്ന ആൾക്കാർ യോഗത്തിന് വരാത്തതിന്റെ കാര്യം ഇതാ, കൂട്ടായ്മ നഷ്ടപ്പെടുകയാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. പിന്നെ കൂട്ടായ്മയ്ക്ക്, മനുഷ്യരോടുള്ള കൂട്ടായ്മയ്ക്ക് വരാനും മടിയാണ്. അപ്പോൾ അവന് നഷ്ടപ്പെടുന്നത് ആ ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ നഷ്ടപ്പെടുകയാണ്. ആറാമത് അവന് നഷ്ടപ്പെടുന്നത് പ്രാഗൽഭ്യം നഷ്ടപ്പെടുകയാണ്. ലോസ് ഓഫ് കോൺഫിഡൻസ്, പ്രാഗൽഭ്യം നഷ്ടപ്പെടുകയാണ്. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. 19 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. എഴുതി വെച്ചോ, വായിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഏഴാമത് അവന് നഷ്ടപ്പെടുന്നത് ജീവൻ നഷ്ടപ്പെടുക. ജീവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആരോഗ്യം നഷ്ടപ്പെടും. കാരണം ഈ കർത്തൃമേശ എടുത്തു കഴിയുമ്പോൾ യോഗ്യമല്ല, അയോഗ്യമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ രോഗശാന്തി ഉണ്ടാകാനല്ല കർത്തൃമേശ നടത്തുന്നത്, പക്ഷേ രോഗശാന്തി ഉണ്ടാകാം. മറ്റൊരു കാര്യം, ഈ രോഗശാന്തി ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല, രോഗം ഉണ്ടാകാനും അയോഗ്യമായി കർത്തൃമേശ എടുക്കുന്നവന്റെ ജീവിതത്തിൽ വരിക പിന്നീട് ഒരുപക്ഷെ മരണം പോലെ സംഭവിക്കും. അപ്പൊ ഏഴാമത്തെ നഷ്ടം എന്ന് പറയുന്നത് പാപം ചെയ്തു കഴിഞ്ഞാൽ രോഗം വരികയാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ എല്ലാം, അതിൽ 2 മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ബാക്കിയുള്ളത് കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ എന്നെ ഓർമ്മിപ്പിക്കണേ, ഞാൻ പറയാം. തന്റെ രക്തത്താലാണ് സഭയെ സമ്പാദിച്ചത്. ഒരു നിക്ഷേപമാണ്. നമ്മളെല്ലാം, ദൈവസഭ എന്ന് പറയുന്നത് യേശുവിന് നിക്ഷേപമാണ്. രണ്ടാമത്തേത്, യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. 5 വിധത്തിലുള്ള ശുദ്ധീകരണങ്ങൾ ഞാൻ പറയും. 1, രക്തത്താലുള്ള ശുദ്ധീകരണം. 2, വചനത്താലുള്ള ശുദ്ധീകരണം. 3, ആത്മാവിനാലുള്ള ശുദ്ധീകരണം. 4, എല്ലാവരോടും സമാധാനം ആചരിച്ച് നമ്മളെ ആചരിക്കേണ്ട ശുദ്ധീകരണം. ഈ 4 നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ ദൈവം നമുക്ക് നിർബന്ധമായി തരുന്ന ബാലശിക്ഷയാണുള്ള ശുദ്ധീകരണം. ഈ ശുദ്ധീകരണങ്ങൾ, അതിൽ 5-ാമത്തെ ശുദ്ധീകരണം നമുക്ക് വരാനിടയാകല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കർത്താവിനോട് ചേർന്ന് നിന്ന് വിശുദ്ധിയുള്ളവരായി ജീവിതക്കൊണ്ടും ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ഒരു വാക്യത്തിന്റെ അല്പം മാത്രമേ ചിന്തിക്കാൻ ഇടയായി തീർന്നുള്ളൂ. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത 3 കാര്യങ്ങൾ. 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത 3 കാര്യങ്ങൾ. നമ്മെ സ്നേഹിച്ചു, നമ്മുടെ പാപം പോക്കി, തന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച്. അടുത്ത കാര്യം പറയുകയാണെങ്കിൽ അത് നമ്മൾ ഇനി ചിന്തിക്കുക. രക്തം നമുക്ക് തരുന്ന 9 കൂട്ട അനുഗ്രഹങ്ങളിൽ ഒരു കാര്യമാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അത് പിന്നീട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ദൈവസന്നിധി നമ്മുടെ തലകളെ അടക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് അല്പം നമ്മൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിപ്പാൻ തക്കൊണ്ട് ഇടയായത്. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടെ ആ നോട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ 5 മിനിറ്റ് അതിനു വേണ്ടിയിട്ട് തരുന്നു. 5 മിനിറ്റ് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. പഠിപ്പിക്കാത്ത കാര്യത്തിൽ നിന്നെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കും. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. കാണിക്കേണ്ട കാര്യം എല്ലാം അറിയാവുന്നില്ല, ഒന്നും അറിയാത്തവർക്ക് പറഞ്ഞോ ക്രിസ്ത്യൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നിന്നുള്ള ഒരു സംശയം, മരിച്ചവരുടെ ആത്മാക്കളെ കുറിച്ചുള്ളത്. ഞാനത് ഒന്നുകൂടെ പറയാം. മരിച്ചവരുടെ ആത്മാ, അപ്പൊ നരകത്തിന് 5 ഭാഗങ്ങളുണ്ട്. നരകത്തിന് 5 ഭാഗങ്ങളുണ്ട്. ആ 5 ഭാഗങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ ഓരോന്നായിട്ട് പറയാം. അതില് 1 എന്ന് പറയുന്നത് പാതാള പറുദീസയാണ്. പാതാള പറുദീസ. ക്രൂശിൽ കിടന്ന കള്ളനോട് പറഞ്ഞത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസിലിരിക്കണം. ക്രൂശിൽ കടന്ന് മാനസാന്തരപ്പെട്ട കള്ളനോട്. അപ്പൊ അവിടെ ഒരു ചോദ്യം നമുക്കുണ്ട്. ക്രൂശിൽ കടന്ന ഇടത്തെ കള്ളനാണോ വലത്തെ കള്ളനാണോ രക്ഷിക്കപ്പെട്ടത്?
ഏത് ഭാഗത്ത് കിടന്ന കള്ളനാണ് രക്ഷിക്കപ്പെട്ടത്? ഇതൊരു സംശയം ആയിട്ട് ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കുക. പറഞ്ഞ ഉത്തരം പറഞ്ഞു, തെറ്റിക്കോട്ട് കുഴപ്പമില്ല. നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെന്നറിയാം. തെറ്റായിട്ട് പറയുമ്പോഴേ എനിക്ക് ഒന്നുകൂടെ സന്തോഷം, കാരണം പ്രതികരണം ഉണ്ടല്ലോ എന്നുള്ളതറിയാം. ക്രൂസിൽ കിടന്ന വലത്ത് ഭാഗത്ത് കിടന്ന കള്ളനാണോ ഇടത്ത് ഭാഗത്ത് കിടന്ന കള്ളനാണോ? കുരിശ് വരച്ചിട്ടുള്ളവർക്ക്, പണ്ട് കുരിശ് വരച്ച് വന്നിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി നമ്മള് വലതുവശത്തെ കള്ളനെന്നാ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഏത് വശത്തെ? ഇടതുവശത്തും വലതുവശത്തോട്ട് മാറിയെന്നാണ്. അപ്പം നമ്മള് ഇടതുവശത്തെ കള്ളനാണോ വലതുവശത്തെ കള്ളനാണോ എന്ന് വേദപുസ്തകത്തിൽ ഇല്ല. ഒരു കള്ളനെന്നേ ഉള്ളൂ. വലതുവശത്തെ കള്ളനുമല്ല ഇടതുവശത്തെ കള്ളൻ, ഒരു കള്ളനെന്നേ ഉള്ളൂ. അവരെ ഇടത്തും വലത്തുമായിട്ട് ക്രൂശിച്ചു. അപ്പൊ അത് സംശയം ഇനിയും അത് മനസ്സിലിനിയും ഇനി വരരുത്. ഏത് കള്ളനാണെന്ന് വേദപുസ്തകത്തിൽ തെളിവില്ല. തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരിൽ ഒരുവനെന്നേ ഉള്ളൂ. അപ്പൊ ഈ കുരിശ് വരെയെല്ലാം തെറ്റാണ്. അത് തന്നെ കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. കുരിശെ കടന്നവനെ പരീക്ഷിച്ചതാണ് സാത്താൻ. പിന്നെ കുരിശ് കണ്ടാൻ ഞാൻ പോകും. കുരിശെ കടന്നവനെ പരീക്ഷിക്കാൻ ചെന്ന ആളാണ് സാത്താൻ എന്ന് പറയുന്നത്. അപ്പൊ കുരിശ് കണ്ടാലൊന്നും പിശാച് ഓടത്തുമില്ല. കുരിശ് വരച്ചാലും ധരിച്ചാലും, അത് വരച്ചാലും ധരിച്ചാലും ഒന്നും പിശാചിനൊന്നും ഒരു പേടിയുള്ള കൂട്ടത്തിലല്ല. കുരിശ് വരച്ചാലോട്ട് പിശാച് ഓടിപ്പോകുന്ന അങ്ങനെ നമുക്കൊരു ധാരണയുണ്ട്. പോട്ടെ, കർത്താവ് തന്നെ തന്റെ രാജ്യത്വം സ്വീകരിക്കുക. അപ്പൊ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ കള്ളനോട് കർത്താവ് പറഞ്ഞ 7 മൊഴികൾ കർത്താവ് ക്രൂശിനെ കിടന്ന് പറഞ്ഞാൽ ഒരു മൊഴി, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്നാണ്. ആ പറുദീസ എന്ന് പറയുന്നത് പാതാള പറുദീസ, നരകത്തിന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ സ്ഥലം യാതനാ സ്ഥലമാണ്, ടോർമെന്റ് പ്ലേസ്. ഈ പാതാള പറുദീസയും ഈ ടോർമെന്റ് യാതനാ സ്ഥലവും തമ്മിൽ ഒരു വലിയ പിളർപ്പ് കൊണ്ട് വ്യത്യാസപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ടാണ് ധനവാൻ മരിച്ചപ്പോഴത്തേക്ക് എങ്ങോട്ടാ പോയത്? യാതനാ സ്ഥലത്തേക്ക് പോയി. ലാസർ മരിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ പറുദീസയിലേക്ക് കൊണ്ടുപോയി. ആ പറുദീസയ്ക്ക് യഹൂദന്മാർ വിളിച്ചിരുന്ന വേറൊരു പേരാണ് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പോലെ അബ്രഹാം ഇവിടുന്ന് ചെല്ലുന്നവരെല്ലാം പിടിച്ച് ഒരു ഇടത്തെ തുടയിലും വലത്തെ തുടയിലുമായിട്ട് ഇങ്ങനെ മടിയിൽ ഇരുത്തുന്ന പരിപാടിയല്ല ക്രിസ്തു. നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. അങ്ങനെ മടിയിലൊന്നും ഇരുത്തുകയല്ല. ഈ പാതാള പറുദീസയ്ക്ക് യഹൂദന്മാർ വിളിച്ചിരുന്ന പേരാണ് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശീകരണം വരെ ഈ പാതാള പറുദീസയിലേക്കാണ് വിശുദ്ധന്മാരായി മരിച്ചവരുടെ ആത്മാക്കൾ പോയിക്കൊണ്ടിരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെ, അല്ലെങ്കിൽ കർത്താവ് മരിച്ചടക്കപ്പെടുന്നത് വരെ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പോയിക്കൊണ്ടിരുന്നത് അവരെവിടോട്ടാ പോകുന്നത്? പാതാള പറുദീസയിലേക്ക്. ദുഷ്ടന്മാരുടെ ആത്മാക്കൾ. പക്ഷെ അതിനകത്ത് ഈ പാതാള പറുദീസ എന്നുള്ളതിനെ പാതാള പറുദീസ എന്ന് പേര് വരാൻ കാരണം അതിന് നരകത്തിന്റെ ഒരു ഭാഗമാണ്. നരകത്തിന് 5 ഭാഗങ്ങളുണ്ട്. അതിൽ 2 ഭാഗത്തിന്റെ പേരാ ഞാൻ പറഞ്ഞത്. ഒന്ന് യാതനാസ്ഥലം, രണ്ടാമത്തേത് പാരഡൈസ്, പറുദീസ. ആ പറുദീസ നരകത്തിന്റെ ഒരു ഭാഗമാണ്. അതെങ്ങനെ അറിയാം? കർത്താവ് പറഞ്ഞ ആ സംഭവത്തിൽ നിന്ന് നമുക്കറിയാം. ലാസർ മരിച്ചപ്പോ എങ്ങോട്ടാ പോയത്? അബ്രഹാമിന്റെ മടിയിലേക്ക്. ക്രൂസിലെ കള്ളനോട് കർത്താവ് പറഞ്ഞത്, നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന്. അപ്പൊ ആ പറുദീസ എന്ന് പറയുന്നതാണ് പാതാള പറുദീസ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ബദ്ധന്മാരെ വിടുവിച്ച് ഉയരത്തിലേക്ക് പോയി എന്നുള്ളൊരു വാക്യമുണ്ട് എഫേസ്യ ലേഖനത്തിൽ. ഇവിടെ ആയിരുന്ന ആ ആത്മാക്കൾ തടവിലായിരുന്നവരാണ്. അവരെ അവിടുന്ന്, ആ പാതാള പറുദീസയിൽ ഉണ്ടായിരുന്ന ആത്മാക്കളെ അവിടെ നിന്ന്, അതുകൊണ്ടാണ് നരകത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ടെന്ന് കർത്താവ് പറഞ്ഞതിന്റെ കാര്യം. കർത്താവ് ചെന്ന് അവിടെ ആയിരുന്ന ആത്മാക്കളെ അവരെ കൊണ്ടുവന്ന് ഇപ്പൊ സ്വർഗീയ പറുദീസയിലാണ് അവരെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞിരിക്കുക, കർത്താവിനോട് ഇരിക്കാൻ ആഗ്രഹം. ഇപ്പൊ മരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പോകുന്നത് പാതാള പറുദീസയിലേക്കല്ല, പകരം സ്വർഗീയ പറുദീസയിലേക്കാണ് പോകുന്നത്. കർത്താവിനോടുകൂടെ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, സ്വർഗീയ പറുദീസയിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പം ദുഷ്ടന്മാരായി മരിച്ചവരോടെ പോകും. ദുഷ്ടന്മാരായി മരിച്ചവർ ഇപ്പോഴും മരിക്കുന്നവർ, അവര് പോകുന്നത് യാതനാ സ്ഥലത്താണ്, ടോർമെന്റ് പ്ലേസ്. അതൊരു ടെമ്പററി ആയിട്ടുള്ള ജയിലാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഒരാളെ കുത്തിക്കൊന്നു, അവനെ ഇന്ത്യൻ നിയമം അനുസരിച്ച് വിസ്തരിച്ച് കുറ്റക്കാരനെന്ന് തെളിയുന്നത് വരെ നിരപരാധിയാണ്. പക്ഷെ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ടുവന്ന പോലീസുകാര് പൂമാലയിട്ട് 2 ഉമ്മയൊക്കെ കൊടുത്ത് അവനെ അങ്ങ് വെറുതെ വിടത്തില്ല.
അവനെ കൊണ്ടുവന്ന് സബ് ജയിലിൽ, ഈ സബ് ജയിലിൽ നിന്നാണ് വിസ്തരിക്കാൻ കൊണ്ടുവന്ന് ജഡ്ജിയുടെ മുമ്പാകെ നിർത്തുന്നത്. ഇങ്ങനെ കുറെ നാൾ കൊണ്ടുവന്ന് നിർത്തിയ ഒടുവിൽ അവന് ശിക്ഷ കിട്ടും. ശിക്ഷ കിട്ടുമ്പോഴത്തേക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുക. അപ്പൊ അവിടുന്ന് സബ് ജയിലിൽ നിന്ന് മാറ്റി സെൻട്രൽ ജയിലിലോട്ട് കൊണ്ടു. അപ്പൊ നരകത്തിന്റെ 5 ഭാഗങ്ങളിൽ ഒന്ന് യാതനാ സ്ഥലമാണ്. അന്ത്യന്യായവിധി വരെയുള്ള എല്ലാ ദുഷ്ടന്മാരുടെ ആത്മാക്കളും ഈ യാതനാ സ്ഥലത്താണ് കിടക്കുന്നത്. അവിടെ തീയാണ്. ധനവാൻ വിളിച്ചു പറയുന്നതെല്ലാം തന്നെ സംഭവിച്ച കാര്യമാണ്. അവിടെ തീയില കിടക്കുന്നത്. അവിടെ നിന്ന് 7 ന്യായവിധികൾ കുറഞ്ഞത് വേദോസത്തിൽ കാണാം. അതിലൊന്ന് ദ ജഡ്ജ്മെന്റ് ഓഫ് വിക്കറ്റ്, ദുഷ്ടന്മാരുടെ ന്യായവിധിയാണ്. അവരെ ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ, കർത്താവിന്റെ മുമ്പാകെ വിസ്തരിക്കാൻ കൊണ്ടുവരും. അവരെ വിസ്തരിച്ചിട്ട് അവരെ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുകയാണ്. അപ്പൊ നരകത്തിന്റെ 3 ഭാഗം എന്ന് പറയുന്നത് തീപ്പൊയ്കയാണ്. ഒരു സംശയം എന്റെ ഇടയ്ക്ക് പറഞ്ഞോ. അതായത് ഇന്നിപ്പോ ഈ ദുർമന്ത്രവാദികള് ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന ഒരു ഇതിനെ കുറിച്ച്. അതെ ഞാൻ പറയാം. അത് ഒരു ആത്മാവിന്, ഈ യാതനാ സ്ഥലത്ത് കിടക്കുന്ന ഒരു ആത്മാവിന് ഭൂമിയിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞു, എന്റെ നാവൊന്ന് തണുപ്പിക്കാൻ ലാസറിനെ ഇങ്ങോട്ടൊന്ന് അയക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അബ്രഹാം പറഞ്ഞ കാര്യം എന്താണ്? ഇവിടുന്ന് ഒരാളിന് അങ്ങോട്ടും അവിടുന്ന് ഒരാളിന് ഇങ്ങോട്ട് വരാനും സാധ്യമല്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട്. അവരുടെ നടുവിൽ ഒരു വലിയ പിളർപ്പുണ്ട്. ഈ പിളർപ്പ് കഴിഞ്ഞ് അങ്ങോട്ടും പോകാനൊക്കത്തില്ല, ഇങ്ങോട്ടും പോകാനൊക്കത്തില്ല. അന്നേരം രണ്ടാമത്തെ പ്രാർത്ഥന ഈ ധനവാൻ പ്രാർത്ഥിച്ചു, അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് വരാനൊക്കത്തില്ല, ഒരു കാര്യം ചെയ്യണം, എനിക്ക് വേറെ 5 സഹോദരന്മാരുണ്ട്, ഈ ലാസറിനെ ഭൂമിയിലോട്ട് നയിക്കണം. അവിടെ ചെന്ന് ഞാൻ നരകത്തിൽ നിന്ന് വരികയാണ്, ധനവാനായിട്ടുള്ള നിന്റെ ചേട്ടനെ ഞാൻ കണ്ടു, അല്ലെ അനിയനെ കണ്ടു, അതുകൊണ്ട് ഇവിടെ വലിയ മര്യാദയ്ക്കൊക്കെ ജീവിക്കാനായിട്ട് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടന്മാർ പറയും, ഇതുപോലെ എത്രയോ കളിപ്പേര് ഞങ്ങൾ കണ്ടതാ, നിന്റെ പണി നോക്കെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കർത്താവ് അബ്രഹാം പിതാവ്, കർത്താവ് പറഞ്ഞ ഉപമയാണ്, ഉപമയല്ല സംഭവിച്ചതാണ്. അബ്രഹാം പിതാവ് അവനോട് പറഞ്ഞത്, ഇവിടെ നിന്ന് ഒരാള്, അവിടെ മോശ ന്യായപ്രമാണം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരാൾ അവൻ വിശ്വസിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. വിശ്വസിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ അടുക്കൽ വന്നേച്ച് ഒരാള് വരിക വന്നേച്ച് ഞാൻ അവിടുന്ന് വരിക, അവിടെ ഇങ്ങനെ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. അപ്പൊ മോശ ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വേദപുസ്തകം എന്നാണ്. വേദവചനം, ദൈവവചനം, അതിലെല്ലാറ്റിനും കൂടെ ഉള്ള ഒരു പദപ്രയോഗമാണ് മോശ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ ഈ മോശയും പ്രവാചകന്മാരെന്ന് പറയുന്നത്, മോശയും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പഴയ നിയമമാണ്, വചനമാണ്, ദൈവവചനമാണ്. ദൈവവചനം വിശ്വസിക്കാത്ത ഒരാള്, മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ശമൂവേലിനെ വരുത്തി വെളിച്ചപ്പാടത്തെയായിട്ടുള്ള സ്ത്രീ ശൗലിന് ആലോചന കൊടുക്കുന്നത് നമ്മൾ കാണാൻ കഴിയും. അത് വേദ പണ്ഡിതാക്കന്മാരുടെ നടുവിൽ ഇടയ്ക്ക് തർക്കമുള്ള ഒരു കാര്യമാണ്. ദൈവം വളരെ കർശനമായി കൊടുത്ത ഒരു നിയമമാണ്, വെളിച്ചപ്പാടത്തികളുടെ അടുക്കൽ പോകരുത്, അങ്ങനെയുള്ളവരെ ജീവനോടെ വെച്ചേക്കരുതെന്ന് ദൈവം വളരെ കർശനമായി കൊടുത്ത നിയമമാണ്. മന്ത്രവാദികൾ, ആവിചാരകന്മാർ, ഇങ്ങനെയുള്ള ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകൾ, അതിലൊരു കൂട്ടരാണ് വെളിച്ചപ്പാടന്മാർ. ഇവരുടെ അടുക്കൽ പോകരുത്, അത് പാപമാണെന്ന് പറഞ്ഞ ദൈവം ഈ പാതാള പ്രദേശയിലുള്ള ശമൂവേലിനെ വിളിച്ച് ശൗലിന്റെ അടുക്കൽ, അത് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ, ദൈവാലയനക്ക് വിരുദ്ധമായി നടക്കുന്ന ഇവൻ ആലോചന കൊടുക്കാൻ അയക്കൂ? ഒരിക്കലും ഇല്ല. ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായിട്ട് ദൈവം ഒരിക്കലും ചെയ്യത്തില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളിച്ചപ്പാടത്തികൾക്ക് ഇവര് മരിച്ചവരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള പൈശാചിക മൂർത്തികളെ, ദുരാത്മാക്കളെ വരുത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള പലരും ഇപ്പോഴും ഉണ്ട്. പിന്നെ ആര് മരിച്ചുപോയ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന്, അതുപോലെ അത് കബളിപ്പിക്കുന്ന ആത്മാവാണ്, ഡിസീവിങ് സ്പിരിറ്റ്സ് ആണ്, അത് ഈവിൾ സ്പിരിറ്റ് ആണ്. അത് ആ വേഷത്തിൽ വരിക. അവിടെ ആ വെളിപ്പെട്ട് വന്ന് അവിടെ ആ വെളിപ്പെട്ട് വന്ന് ആ വ്യക്തി പറയാണ്, എന്റെ ആത്മാവിന് ഭംഗം വരുത്തി എന്ന് പറഞ്ഞൊരു പദമുണ്ട്. എന്റെ വിശ്രമത്തിന്, എന്റെ സമാധാനത്തിന് ഭംഗം വരുത്തി എന്ന് പറഞ്ഞ് വരുന്നത്, ഇതുപോലെ വരുന്നത് അത് ദുരാത്മാവാണ്. ദൈവം പാതാള പ്രദേശയിൽ ഇരിക്കുന്ന ഒരു ആളിനെ ദൈവം ഇങ്ങോട്ട് വിടത്തില്ല. കാരണം ദൈവം അത് നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വെളിച്ചപ്പാടത്തി കൊണ്ട് വെളിച്ചപ്പാടത്തിയുടെ മന്ത്രവാദ ശക്തി കൊണ്ട് ഒരിക്കലും ഒരു ദൈവസന്നിധിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വിശ്രമത്തിലിരിക്കുന്ന ഒരു ആത്മാവിനെ വരാനായിട്ട് കഴിയത്തില്ല. അപ്പൊ വന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരാത്മാവാണ്. ആ ദുരാത്മാവ് ഒരു കാര്യം പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ ഇരിക്കുമെന്നാ പറഞ്ഞു. ശൗല്
പാപം ചെയ്താ മരിച്ചത്, അന്യദേവന്മാരെ ആരാധിച്ച മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നോടുകൂടി ഇരിക്കുമെന്ന് പറഞ്ഞ ആ പറഞ്ഞ ദൂത്, പിശാച് പറഞ്ഞ ദൂത്, അത് അങ്ങനെ തന്നെയാണ്. ശൗല് മരിച്ച നേരം പോയത് യാതനാ സ്ഥലത്തായിരുന്നു. അപ്പൊ നരകത്തിന്റെ 5 ഭാഗങ്ങൾ ഉള്ളതില് ഞാൻ 3 ഭാഗങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത് യാതനാ സ്ഥലം, രണ്ടാമത്തേത് പറുദീസയാണ്. യാതനാ സ്ഥലവും പാതാള പറുദീസയും തമ്മിൽ ഒരു വലിയ പിളർപ്പുണ്ട്. അത് വിഭജിച്ചിരിക്കുക. അവിടെ നിന്ന് ഒരാളിന് ഇപ്പുറത്തോട്ട്, ഇവിടുന്ന് ഒരാളിന് അപ്പുറത്തോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ കർത്താവ് മരിച്ച് താന് ചെന്ന്, പ്രൈസ് ദി ലോർഡ്, അവരോട് അവിടെ സുവിശേഷം പ്രഖ്യാപിച്ച പത്രോസിന്റെ ലേഖനത്തിലുണ്ട്, ഈ ഡിക്ലെയർ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്നതായ ആത്മാക്കളെ കൊണ്ടുവന്ന് അത് പൂട്ടി സ്വർഗത്തിലേക്ക് പോയി, ഉയരത്തിലേക്ക് പോയി. അത് പഴയ നിയമത്തിലെ പ്രവചനമാണ്. എഫേസ്യരിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. അപ്പൊ ഉയരത്തിലേക്ക് കയറണമെങ്കിൽ അതാ ഭാഗത്തിലേക്ക് ഇറങ്ങിയെന്ന് വരണമല്ലോ. പൗലോസ് അവിടെ അതാണ് തെളിയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആത്മാക്കളെ വിടുവിച്ച്, ആ ബദ്ധന്മാരായിരുന്നവരെ വിടുവിച്ച് ഇപ്പോൾ സ്വർഗീയ പറുദീസയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഒരാള് മരിക്കുകയാണെങ്കിൽ ആ ആള് വിശുദ്ധനായിട്ട് രക്ഷിക്കപ്പെട്ടാ മരിക്കുന്നതെങ്കിൽ പാതാള പറുദീസയിലേക്കും, ദുഷ്ടനായിട്ടുള്ളവൻ മരിക്കുകയാണെങ്കിൽ ഇപ്പോഴും യാതനാ സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുക. ഇനി അന്ത്യ ന്യായവിധി വരെ മരിച്ച ദുഷ്ടന്മാർ അവിടെ ആയിരിക്കും. അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഒരു ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരുന്നു, പുള്ളിക്കാരനെ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ മരിച്ചുപോയി, ഭാര്യയോട് വളരെ സ്നേഹം ഉണ്ടായിരുന്ന ആൾ, ഇടയ്ക്ക് ചെന്നൈയിലേക്ക് പോകും. അവിടെ ഇതുപോലെ ഒരു വെളിച്ചപ്പെടുത്തിയുണ്ട്. കുറെ നേരത്തേക്ക് ഭാര്യയെ വരുത്തി സംസാരിക്കും, അല്പനേരമൊക്കെ സൊല്ലി വെച്ചാൽ പുള്ളിക്കാരൻ തിരിച്ചു വന്നുകൊണ്ടിരുന്നു. ഈ അതുപോലെ ഇങ്ങനെ മരിച്ച പലരെയും വരുത്തി കൊടുക്കുന്ന ആളുകളുണ്ട്. നമുക്ക് തന്നെ അറിയാം, മരിച്ചു കഴിഞ്ഞാൽ യാക്കോക്കാരാണെന്നുണ്ടെങ്കിൽ 40 ദിവസം വെള്ളയും കരിമ്പുടം വിരിച്ചിട്ടേക്കാം, അപ്പച്ചൻ അവിടെ വന്നിരിക്കുന്നെന്നാണ്. അപ്പച്ചന്റെ അതേ ഭാഷയിൽ, അതേ രീതിയിൽ, അതേപോലെ സംസാരിക്കും. കാരണം ആ ആളിന് ഈ ദുരാത്മാവിന് നന്നായിട്ട് അറിയാം. അത് ഡിസീവിങ് സ്പിരിറ്റാണ്, കബളിപ്പിക്കുന്ന സ്പിരിറ്റാണ്. ദുരാത്മാക്കളെ കുറിച്ച് നമ്മൾ പഠിക്കും. ഞാൻ ഇന്ന് അത് പറയണമെന്ന് വിചാരിച്ചതാണ്. 20 തരത്തിലുള്ള ദുരാത്മാക്കളുണ്ട്. 20 തരത്തിലുള്ള ദുരാത്മാക്കൾ പ്രവർത്തിക്കും. അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ശാസിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആ സംശയം. മൂന്നാമത്തെ കമ്പാർട്ട്മെന്റ് ഏതാ? 3, 4, 5. അപ്പൊ അതും കൂടെ പറഞ്ഞ് നിർത്താം. അപ്പൊ ഒന്നാമത്തേത് യാതനാ സ്ഥലം, രണ്ടാമത്തേത് പാതാള പറുദീസ, അത് വേക്കന്റ് ആണ്. മൂന്നാമത്തേതാണ് ഇതുവരെ ഇനാഗുറേറ്റ് ചെയ്യാത്ത തീയും ഗന്ധവും കത്തുന്ന പൊയ്ക. അത് സാത്താൻ അവന്റെ ദൂതന്മാർക്കും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെ അവിടെ ആരെ ഇട്ടിട്ടില്ല, അതിനെ ഇടും. അത് ഉദ്ഘാടനം ചെയ്യുന്നത് 2 പേര് ജീവനോടെ സ്വർഗത്തേക്ക് എടുക്കപ്പെടും. അതുപോലെ 2 പേരെ ജീവനോടെ ഈ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. അങ്ങനെയാണ് അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. 2 പേരെ ജീവനോടെ ആ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. അവിടെ 5 കൂട്ടം കാര്യങ്ങളുണ്ട്. തീയ ഗന്ധകം, കത്തുന്ന തീയ ഗന്ധകം, പുക, ഇങ്ങനെയുള്ള 5 കൂട്ടം കാര്യം, ചാകാത്ത പുഴു, ഇങ്ങനെയുള്ള 4-5 കൂട്ടം കാര്യങ്ങളുണ്ട്. അതെല്ലാം ദണ്ഡിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ഭയങ്കര ശിക്ഷാവിധിയാണ്. അപ്പൊ അവിടെ അതെല്ലാം വിശദീകരിച്ചു പോയാൽ ഞാൻ സമയം എടുക്കുന്നില്ല. അത് ഇതുവരെ ഇനാഗുറേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ പിശാചിനെ അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ആ നരകത്തിലേക്ക് പിശാചിനെ അനുഗമിക്കുന്നവർ പോകും. അവരെ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. അത് 2ാമത്തെ മരണം എന്ന് വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കും. അപ്പൊ എത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1 യാതനാ സ്ഥലം, 2ാമത്തേത് പാതാള പറുദീസ, 3ാമത്തേത് ടാർട്ടറസ് എന്ന് പറയുന്നത് വീണുപോയ ദൂതന്മാരെ പാർപ്പിച്ചിരിക്കുന്നതായ സ്ഥലമാണ് ടാർട്ടറസ്. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. വീണുപോയ ദൂതന്മാരെ എന്നേക്കുള്ള അന്ധകാരത്തിന്റെ ചങ്ങലയിൽ സൂക്ഷിച്ചിരിക്കുക. അതിന്റെ പുറകില് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏതാണ് ആ ദൂതന്മാർ? അവരെ പെർമനന്റ് ആയിട്ട് അവരെ ബന്ധിച്ചിട്ടിരിക്കുക. അത് ഈ ടാർട്ടറസിലാണ്. ടാർട്ടറസ് എന്ന് പറയുന്നത് അന്ധകാരമാണ്. അന്ധകാരത്തിനകത്താണ് അവരെ ഇട്ടിരിക്കുന്നത്. അവരെ തുറന്നു വിടത്തില്ല. അവരെ ഇനി കൊണ്ടുവരുന്നത് ദൂതന്മാരുടെ ന്യായവിധിക്കായിട്ട് വരുന്ന കൂട്ടത്തിൽ അവരെ കൊണ്ടുവന്ന് ന്യായവിധിക്കായിട്ട് നിർത്തും. 5ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് അഗാധഭൂമി, ബോട്ടംലെസ് പിറ്റ്. അഗാധഭൂമി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നതായ സ്ഥലമാണ് അഗാധഭൂമി എന്ന് പറയുന്നത്. മലയാളത്തിൽ ബോട്ടംലെസ് പിറ്റ് എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിയില്ലാ കുഴി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നാണ് 5 മാസത്തേക്ക് ദണ്ഡിപ്പിക്കാനുള്ള വെട്ടുക്കിളി പോലുള്ള ദുരാത്മാക്കളെ അഴിച്ചുവിടുന്നത്. അപ്പൊ അങ്ങനെയുള്ളതായ ദുരാത്മാക്കളെ പാർപ്പിച്ചിരിക്കുന്നതായ സ്ഥലമാണ് അഗാധഭൂമം. അപ്പൊ നരകത്തിന്റെ 5 ഭാഗങ്ങൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. 1 യാതനാസ്ഥലം, 2 പാതാള പറുദീസ, അതിപ്പോ വേക്കന്റ് ആണ്. 3ാമത്തേത് ടാർട്ടറസ്, 4ാമത്തേത് തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക,
അഞ്ചാമത്തേത് അഞ്ചാമത്തേത് അഗാധകൂപം. ഒന്നുകൂടെ ഞാൻ പറയാം: യാതനാസ്ഥലം, പാതാള പറുദീസ, ടാർട്ടറസ് അല്ലെങ്കിൽ അവിടെ വീണുപോയ ദൂതന്മാരെ തടവിലാക്കിയിരിക്കുന്ന സ്ഥലം. 4 അഗാധകൂപം. 5 തീയും ഗന്ധവും കത്തുന്ന പൊയ്ക. ഇങ്ങനെ നരകത്തിന് 5 ഭാഗങ്ങളുണ്ട്. 5 ഉദ്ദേശങ്ങളിലാണ് അതിരിക്കുന്നത്. ഇപ്പൊ മരിച്ചവരുടെ ആത്മാക്കൾ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള സംശയം തീർന്നതാണോ എന്ന് ഞാൻ കരുതുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ സംശയമുണ്ടോ? പാസ്റ്ററെ, 1 പത്രോസ് 3:19 കാണുന്ന നോഹയുടെ കാലത്ത് ഇപ്പൊ പറഞ്ഞില്ല, അത് ഏത് ആത്മാക്കളാ? ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് പറയുന്നതാണ്. അത് ആ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. അത് കർത്താവ് ചെന്ന് തന്നെ വീണ്ടെടുപ്പിന്റെ ഡിക്ലെയർ ചെയ്യുന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് താൻ ക്രൂശ് നിവർത്തിച്ചതായ രക്ഷയെക്കുറിച്ച് പറഞ്ഞു. ആ രക്ഷയെക്കുറിച്ച് പറഞ്ഞത് തടവിലുള്ള ബദ്ധന്മാരായിരിക്കുന്ന അവർക്ക് അവരുടെ നാശം ഉറപ്പിക്കുന്നത്. അതേസമയം ഈ ബദ്ധന്മാരായി കിടന്നതായ ആ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സന്തോഷിക്കുകയാണ്. അവരെ കർത്താവ് അവർ മരണത്തിന് അധികാരിയായ പിശാചിൽ നിന്ന് അവരെ വിടുവിച്ച് ആ സ്ഥലത്തുനിന്ന് അവരെ കൊണ്ടുപോയി ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗം നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് അതോ ഭാഗത്തേക്ക് ഇറങ്ങി എന്ന് പറയുന്നത്, അവൻ ഉയരത്തിലേക്ക് കയറി എന്ന് പറയുമ്പോഴത്തേക്ക് അതോ ഭാഗത്തേക്ക് ഇറങ്ങിയെന്ന് നമ്മൾ കരുതണമെന്നാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം പെട്ടെന്നൊന്ന് എടുത്ത് നോക്കാം. എഫേസ്യ ലേഖനം 4 മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. എടുത്തവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് എടുത്താൽ. എട്ടാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ആ വാക്യം നമ്മൾ വായിക്കും. പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. ബദ്ധന്മാർ, ആ ബദ്ധന്മാരെന്ന് പറയുന്നതാണ് പാതാള പർവ്വതയിൽ കിടന്നവരുടെ ആത്മാക്കളാണ് ബദ്ധന്മാർ. അവരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. അപ്പൊ ആ ബോധമാണ് മറിയയ്ക്ക് പ്രത്യക്ഷനായത്. അപ്പൊ അവിടെ ഈ പാതാള നരകത്തിൽ ചെന്ന് അല്ലെങ്കിൽ അധോ ഭാഗത്തേക്ക് ചെന്ന് ക്രൂശിൽ കർത്താവ് നിർവഹിച്ചതായ രക്ഷയെക്കുറിച്ച് പ്രസ്താവിച്ചു. അത് ഒരേ കാര്യമാ പറഞ്ഞെങ്കിലും 2 കൂട്ടർക്ക് 2 തരത്തിലുള്ള പ്രതികരണമാണ്. ഒന്ന്, പാതാള പർവ്വതത്തിൽ കിടന്നവർക്ക് സന്തോഷമാണ്. ബദ്ധന്മാരായി കിടക്കുന്ന നരകത്തിൽ അല്ലെങ്കിൽ യാതനാ സ്ഥലത്ത് കിടക്കുന്നവർക്ക് അത് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ആ ദുഃഖം? അവരുടെ ന്യായവിധിയാണ് അവിടെ ഉറപ്പാക്കിയിരിക്കുന്നത്. അപ്പോ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദൂതന്മാരെ ആദരിക്കാതെ എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. ദൂതന്മാരെ ആദരിച്ചില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൂതന്മാരെ കർത്താവ് ആദരിച്ചില്ല. ദൈവം ആദരിക്കാത്ത 4 കൂട്ടരുണ്ട്. ദൈവം ആദരിക്കാത്ത 4 കൂട്ടരുണ്ട്. അതിൽ ഒരു കൂട്ടരെന്ന് പറയുന്നത് ഈ വീണുപോയ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. അവരെ അന്ധകാരത്തിന്റെ കീഴില് വിട്ടിരിക്കുകയാണെന്നാണ് പത്രോസ് പറയുന്നത്. പത്രോസിന്റെ ലേഖനം പെട്ടെന്നൊന്ന് എടുക്കുക. എനിക്ക് എന്റെ ബൈബിള് 1 പത്രോസ് 2-ാം അധ്യായമാണ്. ആ വാക്യം എനിക്ക് പെട്ടെന്ന് എന്റെ പുതിയ ബൈബിളല്ല, ബൈൻഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് പേജ് മറിക്കാൻ ഇച്ചിരി പ്രയാസം. എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയും. ഞാൻ എടുത്തു തരാം. വാക്യം എടുത്തു തരാം. പത്രോസിന്റെ ലേഖനം എടുത്തോ? ഒന്നാം ലേഖനം എടുത്തേ. 1-ാം ലേഖനം വാക്യം ഒന്ന് പറയാമെങ്കിൽ ഞാൻ പറയാം. ഏകദേശം 2-ാം ലേഖനം 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. പാപം ചെയ്ത 4-ാമത്തെ ദൂതന്മാരെ അവരെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ടാർട്ടറസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അന്ധകാരത്തിന്റെ ചങ്ങല, അന്ധകാരമാണ് ചങ്ങലയായിട്ടിട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നരകത്തിലാക്കിയെന്നിരിക്കുന്നത്. അപ്പൊ നരകത്തിന്റെ ആ ഭാഗത്തിന് മൂലഭാഷയിലുള്ള ടാർട്ടറസ് എന്ന പദമാണ് അന്ധകാരം.
അപ്പൊ ഈ ടാർട്ടർസിലാണ് ഈ വീണുപോയ ദൂതന്മാരെ, പാപം ചെയ്ത ദൂതന്മാരെ ഇട്ടിരിക്കുന്നത്. അതെന്താണ് അവർ ചെയ്ത പാപം എന്നൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. ഇപ്പൊ അതിനുള്ള സമയമില്ല, അത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഇപ്പൊ അത് വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അപ്പൊ എന്താണ് ആ പാപം ചെയ്തത്? ആ ദൂതന്മാർ ചെയ്ത പാപം എന്താ? അപ്പൊ ഇങ്ങനെ അവരെ തടവിലാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അവര് ഭയങ്കരമായ ഉഗ്രന്മാരാണ്, ഭയങ്കരന്മാരാണ്. അപ്പൊ അവര് ചെയ്ത പാപം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ അത് പറയാൻ നേരെയില്ല. ചുരുക്കത്തിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ആ ഉഗ്രന്മാരായിട്ടുള്ള ആ വീണുപോയ പാപം ചെയ്ത ദൂതന്മാരെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ്, നരകത്തിന്റെ ഒരു ഭാഗമാണ് ടാർട്ടറസ് എന്ന് പറയുന്നത്. ഇപ്പം മരിച്ചുപോയ ആളുകൾ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നുള്ളത് പിടികിട്ടിയല്ലോ. ആ സംശയം തീർന്നല്ലോ. ഡെലീന ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയോ? തീർന്നോ സംശയം? തീർന്നോ? മാറിയ സംശയം? കഴിഞ്ഞു മാസ്റ്റർ. കഴിഞ്ഞു. എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം. ഇനി ആർക്കും സംശയമില്ലല്ലോ. ഇപ്പം മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കൾ എങ്ങോട്ടാ പോകുന്നത്?